السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹു വിശുദ്ധ റമദാനിൽ ഇൽമിൻ്റെ മജ്ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു പഠിക്കാൻ കിട്ടുന്ന അവസരം അത് വലിയ ഒരു തൗഫീഖാണ്. മനുഷ്യൻ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം കാരണം വിവരം ഇല്ല എന്നതാണ്. വിവരമുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ അവര് വേണ്ടാത്തരങ്ങൾക്കൊന്നും നിൽക്കൂല. ഇപ്പൊ നിങ്ങൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെയായി വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്ത വായിച്ചിട്ടുണ്ടാകും. അതായത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈന്ദവ സഹോദരി കൊല്ലപ്പെട്ടു. കൊന്നതാണെങ്കിലോ ഒരു മുസ്ലിമാണ്. മുജീബ് എന്നാണ് അവന്റെ പേര്. മലപ്പുറം ജില്ലക്കാരനായ മുജീബ് എന്ന് പറയുന്നവൻ കോഴിക്കോട് ജില്ലക്കാരിയായ ഒരു പെണ്ണിനെ ലിഫ്റ്റ് കൊടുത്ത് ബൈക്കിൽ കയറ്റി ഇടക്ക് വെച്ച് ഒരു തോട്ടിൽ കൊന്ന് ഇട്ടിട്ട് അവളുടെ സ്വർണ്ണാഭരണം കവർന്നിട്ട് പോയ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു പ്രതിയായിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഒരുപാട് മുസ്ലിം നാമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാരണം അവര് പേരിന് മാത്രം മുസ്ലിമായി ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിന്റെ നിയമങ്ങളെപ്പറ്റിയും വേണ്ട പോലെ പഠിച്ചിട്ടില്ല എന്നതാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ സമയം മലക്കുകൾക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ നല്ല അഭിപ്രായം ഒന്നും ഇല്ല, മോശം അഭിപ്രായം. മലക്കൾ ചോദിച്ചു, തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. പടച്ചോനെ, നീ എന്തിന് ദുനിയാവിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നു? മനുഷ്യരാണെങ്കിലോ ദുനിയാവിൽ ആകെ കുഴപ്പമുണ്ടാക്കും, ചോരകൾ കുത്തിയൊലിപ്പിക്കും. ഇങ്ങനെ ഗുണ്ടകളും പോക്കിരികളൊക്കെയായ മനുഷ്യരെ നീ എന്തിന് സൃഷ്ടിക്കുന്നു പടച്ചോനെ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു.
അപ്പൊ ഈ മലക്കുകൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞാല് അവര് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഫസാദ് ഉണ്ടാക്കും, ചോര ഒലിപ്പിക്കും എന്നൊക്കെ ഒരാശങ്ക. അത് എങ്ങനെയെങ്കിലും മലക്കുകൾക്കൊന്ന് നീക്കി കൊടുക്കണല്ലോ, ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണല്ലോ. അതിനു വേണ്ടിയിട്ട് അള്ളെടുത്ത പണിയെന്താ? തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള വിദ്യാഭ്യാസവും അള്ളാഹു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവും അള്ളാഹു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള അറിവുണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിവില്ല. ഇല്ലാമാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാത്ത ഒരു അറിവും ഞങ്ങളെ കയ്യിലില്ല. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉസ്താദാക്കി മലക്കുകൾക്ക് എല്ലാ കാര്യവും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, നല്ലോ ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടാ. മലക്കുകൾ പ്രകടിപ്പിച്ച ആശങ്ക എന്തായിരുന്നു? മനുഷ്യന്മാരെ പടച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാര് ദുനിയാവിലാകെ കുഴപ്പമുണ്ടാക്കിയാലോ, ഫിത്ന ഉണ്ടാക്കിയാലോ, ഫസാദ് ഉണ്ടാക്കിയാലോ, കൊലയും കൊള്ളയുമായി നടന്നാലോ എന്നതായിരുന്നു മലക്കുകളുടെ ആശങ്ക. അപ്പൊ ആ ആശങ്ക നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യണ്ടേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നില് ഒരു ഗുണ്ടായിസത്തിന്, ഒരു പോക്കിരിത്തരത്തിനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്തിട്ട്, അവസരം ഉണ്ടായിട്ടും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാവത്തെ പോലെ ഒരക്രമവും കാട്ടാതെ ഇരുന്നാൽ അള്ളാഹ്ക്ക് പറയാം, മലക്കുകളെ നിങ്ങളല്ലേ സൃഷ്ടിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ ഭയങ്കര ഗുണ്ടയാണ്, പോക്കിരിയാണെന്നൊക്കെ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട അക്രമത്തിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ട് പോലും പാവത്തെ പോലെ ഇരിക്കുന്നു. അങ്ങനെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ ചോര ഒലിപ്പിക്കും, അക്രമിയാകും എന്ന ആശങ്ക ശരിക്കും നീക്കം ചെയ്യേണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത പണി അതല്ല. മനുഷ്യൻ ഗുണ്ടയായിരിക്കും, പോക്കിരിയായിരിക്കും, അക്രമിയായിരിക്കും എന്ന ആ മലക്കുകളുടെ തെറ്റിദ്ധാരണ നീക്കം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത പണി വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിദ്യാഭ്യാസം കൊടുത്തു, വിവരം കൊടുത്തു. അവിടെ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന മനുഷ്യന്റെ മഹത്വം മലക്കുകൾക്ക് മുന്നിൽ പ്രകടമാക്കാൻ വേണ്ടി അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ കാരണം ലോകത്ത് അറിവിനേക്കാളും മുന്തിയ ഒന്നും വേറെയില്ല. ഇൽമിനേക്കാളും വിവരത്തെക്കാളും വിലപിടിപ്പുള്ള വേറൊരു സംഗതിയുമില്ല. വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ എന്നാ മനുഷ്യൻ ഒരു അക്രമത്തിനും കൂട്ടുനിൽക്കൂല, ഒരു കൊലപാതകത്തിനും കൂട്ടുനിൽക്കൂല. അതായിരുന്നു ശരിക്കും ആ സംഭവത്തിലൂടെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് പഠിപ്പിച്ചത്. അപ്പോ ഗുണ്ടകളും പോക്കിരികളൊക്കെ ആയിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മക്കൾ മാത്രമല്ല ഉത്തരവാദികൾ. അവർക്ക് അറിവും വിദ്യാഭ്യാസവും പഠിപ്പിച്ചു കൊടുക്കാത്ത രക്ഷിതാക്കളായ നമ്മളും ഉത്തരവാദികളാണ്. ഒരു കുഞ്ഞ് നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ കിട്ടിയിട്ട് വളർന്നു വരുന്നതാണെങ്കിൽ ഒരിക്കലും അവൻ ഒരു പോക്കിരിയോ ഗുണ്ടയോ ആവൂല. അവൻ അനാവശ്യമായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സമയം കളയൊന്നും അവനാവൂല. അവനവന്റെ വിവരമനുസരിച്ച് പക്വത അനുസരിച്ച് പെരുമാറും. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് ഒരു കൊലപാതകം നടന്നല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു കൊലപാതകം നടന്നു. ഇപ്പൊ കൊല നടത്തിയ കൊലയാളിയെ മനസ്സിലാകണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നിട്ട് ആരാണ് കൊലയാളി എന്ന് സമുദായം ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കുറ്റം തെളിയണമെങ്കിൽ, കൊലപാതകി ആരാണെന്ന് തെളിയണമെങ്കിൽ നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം. ഈ പശുവിനെ അറുക്കുന്ന സംഭവം സൂറത്തുൽ ബഖറയിൽ ഉള്ളത് കൊണ്ടാണ് ആ അധ്യായത്തിനിക്ക് ബഖറ, പശു എന്ന പേരെന്നെ വന്നിട്ടുള്ളത്. അപ്പൊ നാട്ടുകാരോട് കൊലപാതകയെ തിരിയാൻ വേണ്ടിയിട്ട് പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നാട്ടുകാർക്ക് ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ മനസ്സിലാവുന്നില്ല, ബന്ധം മനസ്സിലാവുന്നില്ല.
ഒരു കൊല നടന്നിട്ടുണ്ട്, കൊലപാതകം തെളിയണം. അതിന് മൂസാ നബിയോട് വന്നിട്ട് പരിഹാരം ചോദിച്ചപ്പോ മൂസാ നബി പറയുന്നു ഒരു പശുവിനെ അറക്കണം പോലും. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? പശുവിനെ അറക്കുമ്പോഴത്തേക്കും കൊന്നാളെ തിരിയോ? നാട്ടുകാർക്ക് തിരിഞ്ഞില്ല. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് മൂസാ നബിയോട്, അതത്തഖിദുനാ ഹുസുബാ, മൂസാ നബിയെ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുക, പരിഹസിക്കുക, കൊലപാതക ആരാന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറയുന്നത് ആളെ കളിയാക്കുന്ന പരിപാടിയല്ലേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുക്കുന്ന മറുപടി ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ പെടുത്താതിരിക്കട്ടെ, വിവരമില്ലാത്ത ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് എന്റെ റബ്ബെന്നെ കാത്തു രക്ഷിക്കട്ടെ. ഇതെന്ത് മറുപടി? നാട്ടുകാര് മൂസാ നബിയെ കുറ്റപ്പെടുത്തുന്നു, അതത്തഖിദുനാ ഹുസുവാ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കാണോ? മൂസാ നബി ദ്വാരക്കെന്ന് പഠിച്ചോനെ ഞാൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ. എങ്ങനെയാ ശരിക്കും മൂസാ നബി പറയണ്ടേ? അഊദു ബില്ലാഹി അൻ നകൂന മിനൽ മുസ്തഹ്സിഈൻ, ആളുകളെ കളിയാക്കുന്ന പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടാതിരിക്കട്ടെ എന്നാ മൂസാ നബി ദുആർക്കണ്ടേ. പക്ഷേ മൂസാ നബിയുടെ ദുആ എങ്ങനെയാ? ഞാൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ എന്നാ. എന്തുകൊണ്ടാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ദ്വാരുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കളിയാക്കുക, കുറ്റപ്പെടുത്തുക, അനാവശ്യങ്ങളിൽ ഇടപെടുക എന്നതൊക്കെ വിവരമില്ലാത്ത ആളുകൾ എന്നേ ഉണ്ടാവുള്ളൂ. വിവരമുള്ള ആളുകൾ അതിന് കിട്ടൂല. അതുകൊണ്ടാണ് മൂസാ നബിയെ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? വിവരമില്ലാതിരിക്കുന്നവനെ കളിയാക്കാൻ നിൽക്കുകയുള്ളൂ. വിവരമുള്ളവൻ അനാവശ്യങ്ങളിലും കളിയാക്കുന്നതിലും വേണ്ടാത്തരങ്ങളിലേക്കൊന്നും കിട്ടൂല. അതുകൊണ്ടായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ എന്ന് പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് വിവരമില്ലാതിരിക്കുന്നതാണ് എല്ലാ അനാവശ്യങ്ങളുടെയും എല്ലാ അക്രമങ്ങളുടെയും അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇത്തരം ദീനി ക്ലാസ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട്, ചിലപ്പോൾ മക്കളെ കൂട്ടുന്നവരുണ്ടാവും, ചിലപ്പോൾ മക്കളെ വീട്ടിലാക്കിയിട്ട് വരുന്നവരുണ്ടാവും. ഒരു കണക്കിന് ഇപ്പൊ എല്ലായിടത്തുള്ള വലിയ ഒരു പ്രശ്നമാണ്, വയല് കേൾക്കേണ്ട ആളുകൾക്ക് വയല് കേൾക്കാൻ സാഹചര്യമില്ല. വയല് ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിലോ നല്ലോ വയല് കേൾക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വലിയൊരു പ്രശ്നമാണത്. ഇപ്പൊ പള്ളിയില് നമ്മൾ ഖുതുബ കഴിഞ്ഞിട്ട് വയലിന് എണീച്ചെന്ന് കഴിഞ്ഞാല് ആരാ അവിടെ വയല് കേൾക്കാൻ ബാക്കി ഉണ്ടാവുക? ഏറ്റവും നേരത്തെ വന്ന ഏറ്റവും മുന്നത്തെ സഫിലുള്ള സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കുന്ന ആളാണ് വയല് കേൾക്കാൻ ഉണ്ടാവുക. അയാൾക്ക് പിന്നെ വയലിന്റെ ആവശ്യമില്ലല്ലോ. അതേസമയം ജുമാ തീരാ നേരത്ത് പിന്നെ ഫ്രീക്കൻ ചക്കനെ പോലെ മുടിയും പൊന്തിച്ചു വന്നോനോ ഓന് സലാം കിട്ടുമ്പോഴത്തേക്ക് എണീച്ചു പോയി. ശരിക്കും ഓനല്ലേ ഇപ്പോ വയലിന്റെ ആവശ്യം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടുള്ളത്. വയല് ആവശ്യമുള്ള ആളുകൾക്കൊന്നും വയല് കിട്ടുന്നില്ല. വയല് കേൾക്കുന്നതാണെങ്കിലോ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫുൾ ടൈം ഇബാദത്തെടുത്ത് നടക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് വയല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വയല് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരെ നന്നായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം? എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ക്ലാസ് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിന് പുറമെ അടുത്ത തലമുറ, നിങ്ങളുടെ മക്കൾ, അവർ തീർച്ചയായിട്ടും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വളരെ അകലത്താണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ ദർസിൽ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 2009-8 ആ സമയത്താണ് ദർസ് പോകുന്നത്. ആ സമയത്ത് നമ്മളെ ഈ ടൗണുകളിലൊന്നും, മുപ്പള അല്ലെങ്കിൽ കുമ്പള ടൗണുകളിലൊന്നും മുഖം മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളേ ഇല്ല. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ വരെ ഒരു 15 വയസ്സ് ആ സമയത്ത് തന്നെ പെൺകുട്ടികളെല്ലാം മുഖം മറച്ച് വളരെ വൃത്തിയിലാണ് നടന്നിരുന്നത്. അതേസമയം നമ്മൾ ദർസെല്ലാം പഠിച്ചൊരു 10 കൊല്ലം കഴിഞ്ഞ് ഒന്ന് ഉപ്പള ടൗണില അല്ലെങ്കിൽ കുമ്പള ടൗണിലെല്ലാം ഇറങ്ങി നോക്കിയാല് മുഖം മറച്ച പെൺകുട്ടികൾ ആരുമില്ല. ചിലപ്പോ ഒരു പ്രായം കൂടിയ പെണ്ണുങ്ങൾ ചിലപ്പോ മുഖം മറച്ചു എന്നുണ്ടെങ്കിലും ബാല്യക്കാരത്തി പെണ്ണുങ്ങളൊന്നും മുഖം മറക്കുന്നേയില്ല. മുഖം മറക്കുന്നില്ല എന്ന് മാത്രമല്ല,
ഈ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ തേക്കുന്ന സംഭവം അതെല്ലാം നമ്മൾ മുമ്പ് ഈ മംഗലാപുരം ടൗണിലെല്ലാം പോകുമ്പോ ചിലപ്പോ ഈ അനഫി പെണ്ണുങ്ങളെല്ലാം കണ്ടിരുന്നു ചുണ്ടിൽ ലിപ്സ്റ്റിക് എല്ലാം ചേച്ചിട്ട് നടന്നിരുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും പെൺകുട്ടികൾ പെരേന്ന് പുറത്തിറങ്ങുമ്പോ ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് തേക്കാതെ ഇറങ്ങും? കണ്ട, ഒരു 10 കൊല്ലം കൊണ്ട് വന്ന മാറ്റാണിത്. നല്ല ഒരു ഹിജാബ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതങ്ങ് പാടെ ഇല്ലാണ്ടായി പോയി. അതേപോലെ തന്നെ ചുണ്ടുകളിലെല്ലാം പെൺകുട്ടികൾക്ക് ചെറിയ 4, 5 പഠിക്കുന്ന കുട്ടികൾ വരെ ഒരു മംഗളത്തിന് പോവാണെങ്കിൽ ലിപ്സ്റ്റിക് കയ്യിൽ തേച്ചിട്ടാ പോകുന്നത്. അത് പെരേന്ന് മാത്രല്ല ഇടുക, അത് പോക്കറ്റിൽ ഇട്ടിട്ട് അത് ഇടക്കിടക്ക് ഇത് മാഞ്ഞു പോവല്ല, മായുമ്പോ ഇതിങ്ങനെ പുതുക്കാൻ വേണ്ടിയിട്ട് അവരെ മൊബൈലിന്റെ ബാക്കിലേക്ക് കണ്ണാടി വരെ ഫിറ്റിംഗ് ആണ്, ഈ കണ്ണാടി നോക്കിയിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ സമുദായം, നമ്മുടെ വരുന്ന തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് വലിയ ദുരന്തവുമുണ്ട്. ഇപ്പോ കുറച്ചു ദിവസം മുമ്പ് മലപ്പുറം ജില്ലയില് ഒരു 15 വയസ്സിനടുത്തുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരു പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അർദ്ധനഗ്നയായിട്ടാണ്, അതായത് വസ്ത്രം പൂർണ്ണമായിട്ട് ഇല്ലാതെയാണ് ആ പെൺകുട്ടിയെ പുഴയിൽ നിന്ന് കിട്ടുന്നത്. ആരാണ് അവളെ കൊന്നത്, അല്ലെങ്കിൽ അവൾ എന്തിന് ആത്മഹത്യ ചെയ്തു? പിന്നീട് തെളിഞ്ഞത് അവൾ കറാട്ട പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ കറാട്ട പഠിപ്പിക്കുന്ന മാഷ് അവളെ നിരന്തരമായി പീഡിപ്പിച്ചതോ കൊണ്ടോ മറ്റോ മനം നൊന്നിട്ടോ ആത്മഹത്യ ചെയ്തതോ കൊലപാതകമോ പല തർക്കങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഈ കറാട്ടയിലേക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞേക്കുമ്പോ ആ പറഞ്ഞേക്കുന്ന ഉപ്പാക്കുമ്മാക്കുന്ന തലച്ചോറില്ലേ? പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിനെ ഒരു അന്യപുരുഷനായ ഒരു കറാട്ട മാസ്റ്ററുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പോയി നോക്കുന്നുണ്ടാ, അയാളും ആ പെണ്ണും ഒറ്റപ്പെടുന്നുണ്ടാകും. ഒറ്റപ്പെടുന്ന സ്ഥലത്ത് ശൈത്താന്റെ ശർറുണ്ടാവുന്നു 100% ഉറപ്പല്ലേ? അങ്ങനെ അവിഹിതങ്ങൾ നടന്നിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു പക്വതയും ബുദ്ധിയും അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ ശറഈ എന്തെങ്കിലും ഒരു നിയമം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ വിഷയം തന്നെ സൃഷ്ടാവിന്റെ നിയമങ്ങൾ സൃഷ്ടികളുടെ നന്മക്ക് എന്നാണ്. എന്നോട് താങ്കൾ എന്ത് വിഷയം വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ താങ്കളോട് പറഞ്ഞ് സൃഷ്ടാവിന്റെ നിയമങ്ങൾ സൃഷ്ടികളുടെ നന്മക്ക് എന്നുള്ള വിഷയം വിട്ടോളി. അത് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല ദുനിയാവിൽ എന്ത് നിയമം വെച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും പടപ്പുകളാകുന്ന നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രമാണ്. പെൺകുട്ടികളോട് ഹിജാബ് ഇട്ടിട്ടേ പൊരേന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് സർവശക്തനായ റബ്ബ് നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അങ്ങനെ ഹിജാബ് ഇടാത്തത് കൊണ്ട് അല്ലാഹു തആലാന്റെ ഖജനാവിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. കട്ടത്തർക്കത്തെ എല്ലാ പെണ്ണുങ്ങളും തീരുമാനിച്ചു, നമ്മൾ ആരും ഇനി ഹിജാബ് ഇടുന്ന വേണ്ട, ഹിജാബിനെതിരെ ശക്തമായ പ്രതിഷേധം. എല്ലാരും മുഖം തുറന്നിട്ട് നടക്കാം. എന്താ സംഭവിക്കാൻ നോക്കാം? എന്താ സംഭവിക്കുക? ഹിജാബ് ഇടാത്ത നിങ്ങൾക്ക് നഷ്ടം എന്നല്ലാതെ അതിന്റെ പേരിൽ പടച്ചോൻ എന്തെങ്കിലും നഷ്ടണ്ട? ഒരു കുറവും വരാൻ പോകുന്നില്ല. അല്ലാഹു തആല നിയമങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് പടപ്പുകളാകുന്ന നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. ഞാനല്ല പറയുന്നത്, മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവരുടെ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിന്റെ വളരെ പ്രസക്തമായ ഒരു വരിയാണ്. അന്നൽ ഇസ്തിഖ്റാഅ ദല്ല അലാ അന്നഹു സുബ്ഹാനഹു വതആല വളഅ അഹ്കാമഹു ലിമസാലിഹിൽ ഇബാദ്. മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല പടപ്പുകൾക്കിടയിൽ എന്തെല്ലാം നിയമങ്ങൾ വെച്ചിട്ടുണ്ടോ, ശറഅ് എന്തെല്ലാം നിയമങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ലിമസാലിഹിൽ ഇബാദ്, പടപ്പുകളാകുന്ന നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നിയമം പാലിച്ചാൽ നിനക്ക് നന്ന് എന്നല്ലാതെ നിയമം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അല്ലാഹ്ക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. എന്തെല്ലാം നിയമങ്ങൾ അല്ല വെച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും എന്റെയോ നിങ്ങളുടെയോ നന്മക്ക് വേണ്ടി മാത്രമാണ്. അതിനെ കൊണ്ട് പടച്ചോൻ ഒരു ഗുണവും ഇല്ല. ലിപ്സ്റ്റിക് തേക്കണ്ട, മുഖം മിനുക്കി അന്യപുരുഷന്മാരെ മുന്നിൽ പോകണ്ട, മുഖം മറക്കാതെ വീട് വിട്ട് ഇറങ്ങണ്ട എന്ന് അല്ല ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് ആ നിയമം പാലിച്ച പെണ്ണുങ്ങൾ മാത്രമാണ്. അവര് നിയമം പാലിച്ചില്ല എന്നതുകൊണ്ട് അവർക്കെന്തെങ്കിലും നഷ്ടം വരും എന്നല്ലാതെ ആ നിയമം വെച്ച പടച്ച റബ്ബിന് ഒരു നഷ്ടവും ഇല്ല. ഇതങ്ങ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം.
മുഖം മറക്കാതെയുള്ള പെൺകുട്ടികളുടെ അയിഞ്ഞാട്ടം കൊണ്ട് വ്യഭിചാരങ്ങൾ കൂടിപ്പോയി, അവിഹിതങ്ങൾ കൂടിപ്പോയി, പ്രേമവിവാഹം കൂടിപ്പോയി, ത്വലാഖുകൾ കൂടിപ്പോയി. എന്തെല്ലാം ദുരന്തങ്ങളാണ് അതിന്റെ പിന്നാലെ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഞാൻ പത്ര കട്ടിങ് ഇങ്ങനെ വായിച്ചിട്ട് വയല് നീട്ടല്ലട്ടാ, എന്റെ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാനില്ലാഞ്ഞിട്ട് കോർപ്പറേഷനിലെ പ്രവർത്തകർ ഏറ്റെടുത്തിട്ട് ആ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെറും 1 കൊല്ലം തികയാത്ത ചെറിയൊരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന്റെ മൃതദേഹം ഡെഡ് ബോഡി ഏറ്റെടുത്ത് മറവ് ചെയ്യാൻ ആരും വന്നില്ല. കുടുംബക്കാര്, ഉപ്പന്റെ കുടുംബവും വന്നില്ല, ഉമ്മന്റെ കുടുംബവും വന്നില്ല. എന്തുകൊണ്ടാ വരാത്ത? ഉമ്മന്റെ കുടുംബം എന്തായാലും വരൂല. കാരണം ഉമ്മയും ഉമ്മന്റെ കാമുകനും ചേർന്നിട്ടാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നത്. സ്വന്തം ഉമ്മയും ഉമ്മന്റെ കാമുകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ? പുതിയാപ്പിളൊന്നുണ്ട്, അതിന് പുറമെ വേറൊരുത്തനുണ്ട്, അതാണ് കാമുകൻ. അവനൊരു മുസ്ലിമാണ്. ആ കുഞ്ഞും കുഞ്ഞിന്റെ ഉമ്മയൊക്കെ കാഫറാണ്. അപ്പൊ ഈ കാഫറായ പെണ്ണിന്റെ കാമുകനായ മുസ്ലിം ചെറുപ്പക്കാരൻ, കണ്ണൂരുകാരൻ, അവനും ആ പെണ്ണും കൂടിയിട്ട് ആ കുഞ്ഞിനെ കൊന്നു. എന്തിന്? അവർക്ക് സുഖമായി ജീവിക്കാൻ ഈ കുഞ്ഞ് തടസ്താവോ എന്നുള്ള പേടി കൊണ്ട്. അപ്പൊ പിന്നെ എന്തായാലും ആ പെണ്ണ് മൃതദേഹം ഏറ്റെടുക്കൂല, പെണ്ണ് ചെയ്യില്ല. പെണ്ണിന്റെ കുടുംബവും മൃതദേഹം ഏറ്റെടുക്കാൻ വരൂല. എന്നാ പിന്നെ ഉപ്പന്റെ കുടുംബം വരണ്ടേ? അല്ലെ? ആ കുഞ്ഞിക്കൊരു ഉപ്പുണ്ടല്ല, ഉപ്പന്റെ കുടുംബം മൃതദേഹം ഏറ്റെടുക്കാൻ വേണ്ടി വരണ്ടേ? ഉപ്പന്റെ കുടുംബവും വന്നില്ല. എന്തുകൊണ്ട്? ഈ പെണ്ണിന് ഇങ്ങനെ ഒരു മുസ്ലിം കാമുകൻ ഉണ്ട് എന്ന് ആ കുഞ്ഞിന്റെ ഉപ്പ, അതായത് ഈ പെണ്ണിന്റെ ഭർത്താവിന് അറിഞ്ഞപ്പോ അവൾക്ക് ഡൗട്ടാണ്, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണോ അല്ലെങ്കിൽ കാമുകന്റെതാണോ. അപ്പൊ എന്റെ കുഞ്ഞ് തന്നെയാണോ എന്ന സംശയമുള്ളത് കൊണ്ട് അയാളും ഏറ്റെടുക്കാൻ വന്നില്ല, അയാളെ കുടുംബക്കാരും ഏറ്റെടുക്കാൻ വന്നില്ല. അങ്ങനെ ആ കുഞ്ഞിന്റെ മൃതദേഹം പോലീസുകാരും സാമൂഹ്യ പ്രവർത്തകരും ചേർന്നിട്ട് പൊതുശ്മശാനത്തിൽ മറവു ചെയ്യേണ്ടി വന്നു എന്ന ഒരു ദുഃഖകരമായ വാർത്ത എറണാകുളം ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ചു ദിവസം മുമ്പ് വായിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എന്റെ റബ്ബിന്റെ മതം, എന്റെ റബ്ബിന്റെ ദീൻ, എന്റെ റബ്ബിന്റെ നിയമങ്ങൾ എത്ര ഭംഗിയാണ്. അല്ല പറഞ്ഞു, വലാ തഖ്റബുസ്സിനാ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. നിങ്ങൾക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതിന് പുറമെ ഒരു രഹസ്യ കാമുകൻ ഉണ്ടാവാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. ഒരു കാമുകൻ ഉണ്ടാവാനുള്ള സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു അന്യ പുരുഷനുമായി ഒരു കോളോ ഒരു ചാറ്റിങ്ങോ ഒരു വോയിസ് കോളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങനെയെങ്ങാലും നിങ്ങൾക്കൊരു അവിഹിതമുണ്ട് എന്ന് നിങ്ങളുടെ ഭർത്താവിന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വരെ ഭർത്താവിന് സംശയമാണ്, ഈ കുഞ്ഞുങ്ങൾ എന്റേതാണോ അല്ലെങ്കിൽ എന്റെ ഭാര്യക്കുള്ള അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായതാണോ. അങ്ങനെയെങ്ങാലും വാപ്പക്ക് മക്കളെ കാര്യത്തിൽ സംശയം വന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ചെലവ് നോക്കാൻ വാപ്പയെ കിട്ടൂല, ആ കുഞ്ഞുങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കാൻ വാപ്പയെ കിട്ടൂല. കുഞ്ഞുങ്ങൾ മരിച്ചാൽ ശവസംസ്കാരത്തിന് വരെ വാപ്പയെ കിട്ടൂല. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, വലാ തഖ്റബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതേ. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അത് വംശപരമ്പരയെ തന്നെ തകർത്തു കളയും. വാപ്പക്ക് മക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, ഉമ്മയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തറവാട് തന്നെ തകർന്നു പോകും കേട്ടോ. അതുകൊണ്ടാ വ്യഭിചാരം ഹറാമാക്കിയത്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, അവിഹിത ബന്ധമുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അനാഥകളായി പോകും. അവർക്ക് വാപ്പല്ല, അഡ്രസ് ഇല്ല, സൺ ഓഫ് ഇല്ല. അങ്ങനെ ജാരസന്തതിയായി വളരുന്ന കുഞ്ഞുങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ? അവിടെ വ്യഭിചാരത്തിന് നിയന്ത്രണമില്ല. ആണും പെണ്ണും പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ മംഗലൊന്നും വേണ്ട, കുറച്ചു ദിവസം ജീവിക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇവര് വേറൊരുത്തന്റെ ഒപ്പം ജീവിക്കാൻ പോവുക, കുഞ്ഞുങ്ങൾ അനാഥാലയങ്ങളിൽ.
ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്കും വ്യാപിച്ചു വരുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു നിയന്ത്രണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മക്കളെ, നമ്മളെ ഭാര്യമാരെ, നമ്മളെ സഹോദരിമാരെ, നമ്മളെ പരിചയത്തിലുള്ള പെണ്ണുങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഉമ്മമാരായ നിങ്ങൾ അതിനെ മുൻകൈയെടുക്കണം. അല്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോ ഞാൻ വലിയ സൂഫിയാണ്, ഞാൻ മുഹിമ്മാത്തിൽ ക്ലാസ്സിനെല്ലാം പോയിന് പഠിച്ചോനെ, ഞാൻ എനിക്ക് കൃത്യമായി 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട് പഠിച്ചോനെ എന്നൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹ് പറഞ്ഞതെന്താ? അല്ലാഹ് പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ സ്വശരീരം നരകത്തിൽ പോകാതിരിക്കാൻ എത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും നരകത്തിൽ പോകാതിരിക്കാൻ വലിയ ശ്രദ്ധ പുലർത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 വിഭാഗം ആളുകൾ സ്വർഗത്ത് കടക്കൂല, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാരാ? അദ്ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറയുന്നവനാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബസ്. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം മക്കൾക്കിടയിൽ അനാവശ്യങ്ങൾ നടക്കുന്നുണ്ട്, തെറ്റുകൾ നടക്കുന്നുണ്ട്. അവർ അനാവശ്യങ്ങളിലും അവിഹിതങ്ങളിലും പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യമുണ്ടായിട്ടും കാമാന്നൊരക്ഷരം മിണ്ടാതെ തെറ്റിന് സപ്പോർട്ട് നിന്ന് കൊടുക്കുന്ന ഉമ്മയുണ്ടോ, ഉപ്പയുണ്ടോ? സ്വർഗം ഹറാമാ, സ്വർഗത്തിന്റെ പടി പോലും ചവിട്ടാൻ സാധ്യമല്ലെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങളാരും എന്റെ പെങ്ങന്മാരോ എന്റെ ഉമ്മമാരോ അല്ല. പക്ഷേ സമുദായം വളരെ മോശമായതുകൊണ്ട് ഉമ്മമാർക്ക് ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം, നല്ല ജാഗ്രത വേണം. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോ തുടക്കത്തിൽ തന്നെയാ പറയാം, വിഷയം എന്തോ ആയിക്കോട്ടെ, അത് പെൺമക്കളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടാ, ആൺമക്കളുടെ കാര്യത്തിൽ. കഞ്ചാവ്, മയക്കുമരുന്ന് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കഞ്ചാവിന്റെ കൊറിയർമാരാക്കുകയാണ്. എങ്ങനെ? അവർക്ക് കഞ്ചാവ് കൊടുത്തിട്ട് അവരെ മയക്കിയിട്ട് അവര് കഞ്ചാവ് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളായി തീരുകയാണ്. അതിൽ ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുണ്ട്, മുസ്ലിമും ഉണ്ട്, അമുസ്ലിമും ഉണ്ട്. പ്രധാനമായും എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് സമയത്തിൽ നല്ല ക്രമീകരണം നമ്മൾ വരുത്തണം ജീവിതത്തിൽ. മുമ്പെല്ലാം പെൺകുട്ടികള് സ്കൂൾ വിട്ട് കഴിഞ്ഞാല് വേഗം കിട്ടുന്ന ബസ്സിൽ എത്ര തിരക്കിയിട്ടാണെങ്കിലും അല്ലെ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേഗം ഒന്ന് വീട്ടിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വൈകുന്നേര സമയത്ത് സ്കൂളിന്റെ മുന്നിലുള്ള എല്ലാ ബസ് സ്റ്റാൻഡിലും പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ആൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാനവിടെ കയർകെട്ട സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ സ്കൂൾ 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 5 മണി ആവുമ്പോഴത്തേക്കും പിന്നെ അവിടെ സ്കൂൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാവില്ല, ഒരു പുതുപോലും ഇല്ല, എല്ലാരും വീട്ടിലേക്ക് എത്തിയിരുന്നു. അതേസമയം നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ കുമ്പളയിൽ നിന്ന് കട്ടത്തടക്കത്തേക്ക് ഒരു ബസ് വരുന്നുണ്ടെങ്കിൽ 6 മണി 7 മണി വരെ ബസ്സിൽ സ്കൂൾ ബാഗ് ഇട്ട മുസ്ലിം ആൺകുട്ടികൾ ഉണ്ടാവും, പെൺകുട്ടികൾ ഉണ്ടാവും. ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും, ട്യൂഷൻ ഉണ്ടാകും, അങ്ങനെ ചിലപ്പോ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ട ആളുകൾ ഉണ്ടാവും. പക്ഷേ ട്യൂഷന്റെ പേരിലാണെങ്കിലും സ്പെഷ്യൽ ക്ലാസിന്റെ പേരിലാണെങ്കിലും സമയം കൂടുതൽ എടുക്കുമ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഉമ്മമാരായ ഉപ്പമാരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ വഴിതെറ്റിപ്പോവാനുള്ള പ്രധാന ഒരു കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നു എന്നതാണ്. കൃത്യം 4 മണിക്ക് നിങ്ങളുടെ മകളുടെ സ്കൂൾ വിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു, 4:05 ബസ് ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്, 25 മിനിറ്റിന്റെ ഓട്ടം ഉണ്ട്, 4:30 ആവുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തണം എന്ന് നിങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ആ ബസ് കറക്റ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 4:25 നമ്മളെ മക്കൾ വീട്ടിലെത്തുമല്ലോ.
ഇത് 4:25 എത്തിയാലും കുഴപ്പമില്ല, 4:45 എത്തിയാലും കുഴപ്പമില്ല, 5 മണിക്ക് എത്തിയാലും കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടല്ല, അത് മക്കളെ തീർച്ചയായിട്ടും കേടുവരുത്തും. എന്തുകൊണ്ട്? അവർക്ക് സ്കൂൾ വിട്ടിട്ട് ഇത്തരം അനാവശ്യങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട്. അതിന്റെ ഇടയിൽ കൂടി വേണമെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരോടുകൂടെ അവിടെയും ഇവിടെയും കറങ്ങാൻ വേണ്ടി പോവാൻ സമയമുണ്ട്. അതേസമയം കൃത്യമായി മക്കളുടെ സ്കൂളിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കതിന് സാഹചര്യമില്ല. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാഹചര്യം മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേപ്പിക്കും. സാഹചര്യം ഇല്ലാണ്ടാക്കുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരവും ഇതിനില്ല. സാഹചര്യം ഇല്ലാണ്ടാക്കുക. സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ സ്കൂൾ എത്ര മണിക്ക് തുടങ്ങുന്നു, അവർക്ക് യാത്രക്ക് എത്ര സമയം വേണം എന്നത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് നമ്മളെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ലേറ്റ് ആകുമ്പോൾ എന്തുകൊണ്ട് ലേറ്റായി എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്ക് വേണം. അപ്പൊ കൂടുതൽ സമയം ചെലവഴിക്കാൻ കിട്ടുന്നു എന്നതാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കേടുവരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത് പൈസ. ആവശ്യത്തിൽ കൂടുതൽ പൈസ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കയ്യിൽ കിട്ടുന്നുണ്ടോ അതവർ കേടുവരാനുള്ള പ്രധാന കാരണമാണ്. ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ 25 റുപ്യ വേണ്ടി വരും. ബസ്സിനൊരു 10 റുപ്യ വേണ്ടി വരും. 35 റുപ്യാണോ അത് തന്നെ കൊടുക്കുക. ഇത് പെൺകുട്ടികൾക്ക് പൈസ കൊടുക്കുന്നതിന്, ആൺകുട്ടികൾക്ക് പൈസ കൊടുക്കുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ല. നമ്മൾ വലിയ പൈസക്കാരാണ് എന്ന് ഈ കുട്ടികളിലൂടെ നാട്ടുകാരായ എല്ലാരെയും അറിയിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാ? എല്ലാരും വീട്ടിൽ 25 റുപ്യ കൊണ്ടുവരുമ്പോ എന്റെ മക്കൾക്ക് 100 റുപ്യ കൊടുക്കുക. ഓൻ വലിയ വലിയ ഫുഡെല്ലാം അടിച്ചിട്ട് നാട്ടുകാരെ മുന്നിൽ ഭയങ്കര റിച്ച് ആണെന്ന് അറിയട്ടെ. ഓനതിന് ഫുഡിന് തന്നെ ഉപയോഗിക്കുന്നത് നിന്നോട് ആര് പറഞ്ഞു? ഓൻ ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് 4 ദിവസം കൊണ്ട് കഞ്ചാവ് വാങ്ങിയാല? 4 ദിവസം കൊണ്ട് ഓൻ കഞ്ചാവ് വാങ്ങി. അങ്ങനെ വാങ്ങിയാൽ ഓനിക്ക് 4 ദിവസത്തിലൊരിക്കൽ കഞ്ചാവ് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ഓനിക്കത് ലഹരി മൂത്ത് എല്ലാ ദിവസവും കഞ്ചാവ് അടിക്കേണ്ട അവസ്ഥ വന്നാൽ അവസാനം നിന്റെ വീട്ടിലെ പല ഭാഗത്തിൽ നിന്നുള്ള പൈസകൾ അവൻ മോഷ്ടിക്കാൻ തുടങ്ങും. പൈസ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൗത്തറുത്തിട്ട് നിന്റെ കൗത്തിലുള്ള മാല വരെ കൊണ്ടുപോകും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ഉടുപ്പി ഭാഗത്താണ്. അപ്പോ ഉടുപ്പിക്കടുത്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ കുറച്ചു ദിവസം മുമ്പ് പോലീസ് പൊക്കി. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. എന്തിനാ അവനെ പോലീസ് പൊക്കിയത്? ഓന് സ്വന്തം വല്യുമ്മാനെ കൊന്നിട്ട് കൗത്ത് അറുത്ത് മാറ്റിയിട്ട് പെരന്റെ സ്റ്റെപ്പിൽ വെച്ച് പെര പൂട്ടിയിട്ട് വന്നതാ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. എവിടേക്ക്? മംഗലാപുരത്തേക്ക്. ഈ ഉമ്മാമയാണെങ്കിലോ ഓനെ കഷ്ടപ്പെട്ട് എത്രയോ കാലം പോറ്റിയതാ. കാരണം ഓന്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ തന്നെ ഡൈവോഴ്സ് ആയതുകൊണ്ട്, തൊലാക്കായതുകൊണ്ട് ഉമ്മാനെ വേറെ കെട്ടിച്ചു വിട്ടു. അപ്പൊ ഉമ്മാമയാണ് ഈ ചെറുപ്പക്കാരനെ 27 വയസ്സ് വരെ പോറ്റുന്നത്. അങ്ങനെ 27 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പോറ്റിയ സ്വന്തം വല്യുമാനെ അറുത്തിട്ട് തല അറുത്തു മാറ്റി വീടിന്റെ സ്റ്റെപ്പിൽ വെച്ചിട്ട് മംഗലാപുരത്തേക്ക് മുങ്ങി. അപ്പൊ പോലീസ് ഓനോട് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞെന്താ അറിയോ? ആ ഉമ്മാമാന്റെ കൗത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഉമ്മാമാനെ കൊന്നത്. എന്തിനാടാ നിനക്ക് മാല? സ്വർണം എന്തിന് നിനക്ക്? പൈസ ഉണ്ടാക്കാൻ. പൈസ എന്തിന്? കഞ്ചാവടിക്കാൻ. കഞ്ചാവടിക്കുന്നവർക്ക് ചെറിയ പൈസ ഒന്നും മതിയാവൂല. MDMA എന്ന് പറയുന്ന സാധനത്തിനെല്ലാം 1 ഗ്രാമിന് തന്നെ 5000 റുപ്യനേക്കാളും മേലുണ്ട്. അത്ര വലിയ പൈസ ഉള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പണിക്ക് പോവാത്ത ആളുകൾ പിന്നെന്താ നോക്കുക? ഓന് കക്കാൻ നോക്കും, ഓന് ആളെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കും, ഓൻ മാലമോഷണത്തിന് ശ്രമിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾ, ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, മക്കൾക്ക് ചെറുപ്പത്തിൽ അനാവശ്യമായി പൈസ കൊടുത്തിട്ട് ശീലിപ്പിക്കാൻ പാടില്ല. അത് മക്കളെ തീർച്ചയായിട്ടും വഴിതെറ്റിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പോറ്റാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പോറ്റണം. ഉമ്മമാര് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ അഹ്സന മിൻ അദബിൻ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ പ്രസന്റേഷൻ നല്ല അദബാണ്, നല്ല മര്യാദയാണ്, നല്ല അറിവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
ബർത്ത്ഡേക്ക് നിങ്ങൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തോളി, അതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും മുന്തിയ ഗിഫ്റ്റ് എന്താ അറിയോ? മക്കൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോ കുട്ടികളോടും ക്ലാസ്സിന് വരാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ അവരെന്താ ചെയ്യാ, വീട്ടിൽ ഫോണും വിളിച്ചിട്ട് 2-3 മണിക്കൂർ നിങ്ങൾ ഇല്ലാത്ത സമയല്ലേ ചെലവാക്കുന്നുണ്ടാവും. അതിനെ കൊണ്ട് എന്ത് നേട്ടം? അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം, മക്കളെ നല്ല ദീനീ ബോധമുള്ളവരായിട്ട് വളർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാരാകട്ടെ. വിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഒരു നിയമമാണ്. അതിന്റെ മർമ്മമായ ലക്ഷ്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന തഖ്വയുള്ള ഭയഭക്തിയുള്ള മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാവുക എന്നത് നോമ്പ് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ്. അതിനു പുറമെ ഭൗതികമായ ഒരുപാട് ഗുണങ്ങളും നോമ്പ് കൊണ്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു തആല എന്ത് നിയമം വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട 13 മണിക്കൂർ ഈ കടും വെയിലത്ത് പടച്ചോ നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് പടച്ചോന്റെ ഖജനാവില് കുറച്ചൊക്കെ ഭക്ഷണം സ്റ്റോക്ക് വരാനാണെന്ന് ആരും വിചാരിക്കണ്ട. അല്ലെ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും 30 ദിവസം പകൽ സമയത്ത് പട്ടിണി കിടന്നു കഴിഞ്ഞാല് അതിനനുസരിച്ച് പടച്ചോന്റെ ഖജനാവില് ഭക്ഷണം കുറച്ച് സ്റ്റോക്കാവും. അങ്ങനെ ഉണ്ടാ? അതിനുവേണ്ടി അല്ലാഹു തആല നോമ്പ് ഫർളാക്കി? അങ്ങനെ ആരും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിക്കാൻ വകുപ്പില്ലല്ലേ. നമ്മൾ പകലിൽ തിന്നതിന്റെ ഇരട്ടി പിന്നെ രാത്രി എന്ത് ചെയ്യും? കൂട്ടിയടിച്ചിട്ട് അതങ്ങ് പില്ലപ്പാക്കും. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്? അടിമകളാകുന്ന നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയാ? ഒരിക്കലും അല്ല. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന, മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു നിയമവും സൃഷ്ടാവിന്റെ മതത്തിലില്ല. അല്ലാഹു എന്ത് നിയമം വെച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും പടപ്പുകളാകുന്ന നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റി പറഞ്ഞിട്ട് തുടർന്നപ്പുറം പറഞ്ഞല്ലോ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഒരിക്കലും നോമ്പ് കൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നത് പടച്ച റബ്ബിന്റെ ലക്ഷ്യം അല്ല. മറിച്ച് നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകാനാണ് നോമ്പ് അല്ലാഹു വെച്ചിട്ടുള്ളത്. യഥാർത്ഥ നോമ്പുകാരന് വലിയ ആശ്വാസമാണ്. അവന്റെ ഷുഗറും അവന്റെ കൊളസ്ട്രോളും തുടങ്ങിയ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നോമ്പ് വലിയ ആശ്വാസമാണ്. നോമ്പ് വലിയ ആശ്വാസം എന്നാ ഖുർആൻ പറഞ്ഞത്. പിന്നെ നമുക്ക് നോമ്പിന്റെ വേണ്ട പോലെയുള്ള ഗുണം കിട്ടാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, പകലില് തിന്നാത്തതെല്ലാം കൂടി നമ്മൾ രാത്രി കളാ കൂട്ടുന്നത് കൊണ്ടാണ്. നമ്മൾ ശരിക്കും ഇസ്ലാം പറഞ്ഞതുപോലെ രാത്രിയും ഭക്ഷണം മിതമായി നിയന്ത്രിച്ചുകൊണ്ട് പകലിൽ പൂർണ്ണമായി പട്ടിണി കിടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നോമ്പിന്റെ നേട്ടം ആത്മീയവും ഭൗതികവുമായിട്ട് ലഭിക്കും. നല്ല ആരോഗ്യം ഉണ്ടാവും. ഭക്ഷണം കുറച്ചാൽ തന്നെ ആരോഗ്യം ഉണ്ടാവും. ഇപ്പൊ ഈ ഡോക്ടർമാരെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയാല് അവര് ഭൂരിഭാഗവും നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഭക്ഷണ നിയന്ത്രണമാണ്. അല്ലെ, പഥ്യം എന്ന് പറയും. ഈ പച്ചമരുന്നെല്ലാം കുടിക്കുന്നിടത്ത് പോയാൽ പിന്നെ അതന്നെയാ പറയൽ, ഒന്നും പാടില്ല. അപ്പോ ഭക്ഷണ നിയന്ത്രണമാണ് മനുഷ്യന്റെ ആരോഗ്യം നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ 11 മാസക്കാലം നമ്മൾ നിരന്തരം ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടൽ പ്രവർത്തിച്ച് അതിന് ഒരു മാസമെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുക്കണ്ടേ? അല്ലെ, റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിലാ നിരന്തരമായി പണിയെടുത്തു കഴിഞ്ഞാൽ. ഒരാൾ ഗൾഫ് പോയിട്ട് വന്നിട്ടേ ഇല്ല, അയാൾ 20 കൊല്ലം തുടർച്ചയായിട്ട് ഗൾഫിൽ അങ്ങ് പണിയെടുത്തു. എന്നാ അയാൾ 20 കൊല്ലം പണിയെടുക്കലുണ്ടാവുള്ളൂ, അതിനപ്പുറം പണിയെടുക്കാൻ അയാൾക്ക് ആഫിയത്ത് ഉണ്ടാവില്ല. അയാളുടെ ബാഹ്യ ആന്തരിക അവയവങ്ങളെല്ലാം ക്ഷയിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരം നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിന്ന നാസ്ത ഉച്ചയാകുമ്പോഴത്തേക്കും ദഹിപ്പിക്കണം, ഉച്ചക്ക് കഴിച്ച ഭക്ഷണം വൈകുന്നേരം ചായ കുടിക്കുമ്പോഴത്തേക്കും ദഹിപ്പിക്കണം,
വൈകുന്നേരം കുടിക്കുന്ന ചായ രാത്രിയാവുമ്പോഴത്തേക്കും ദഹിപ്പിക്കണം. ഇങ്ങനെ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് പണിയെടുക്കുന്ന ആരെങ്കിലും ദുനിയാവിലുണ്ടാവും? പക്ഷെ നമ്മുടെ ശരീരം നിയന്ത്രണം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മളെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ. അപ്പൊ ആ കുടലിന്, ആ ശരീരത്തിന് 1 മാസമെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ കാലം പണിയെടുക്കൂല, പെട്ടെന്ന് രോഗിയായിട്ട് മരിച്ചു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ നന്മക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി കുടലിന് ഒരു റെസ്റ്റ് എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ഒരു ആശ്വാസം എന്ന നിലക്കാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. ഭക്ഷണ നിയന്ത്രണമല്ലേ ഏറ്റവും വലിയ ആരോഗ്യം. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല രാജാക്കന്മാർക്കും കത്തയച്ചിട്ടുണ്ട്. പല രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രഗത്ഭനായ രാജാവാണ് ഈജിപ്തിലെ മുഖൗഖിസ് രാജാവ്. മുഖൗഖിസ് രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയാണ്. കത്ത് എഴുതിയതിന്റെ പേരിൽ മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരിച്ചതാ ചില സമ്മാനങ്ങൾ കൊടുത്തേക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാം, സീറത്തുൽ ഹലബിയയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖൗഖിസ് രാജാവ് ധാരാളം സമ്മാനങ്ങൾ, പ്രസന്റേഷനുകൾ, ഗിഫ്റ്റുകൾ, ഹദിയകൾ കൊടുത്തേച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നല്ല ഒരു കോവർ കൈതയുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ദുൽദുല്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുൽദുൽ കുതിര എന്ന് പറയുന്ന ഒരു കുതിര. അത് മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രസന്റേഷനായി, ഗിഫ്റ്റായി കൊടുത്തേച്ചതാണ്. അതുപോലെ തന്നെ മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണിനെ, ഒരു ഹാദിമത്തിനെ, ഒരു വെള്ളാട്ടിയെ, ഒരു ദാസിയെ, അതുപോലെ അപ്പെണ്ണിന്റെ സഹോദരിയായ സീരീൻ എന്ന് പറയുന്ന പെണ്ണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖൗഖിസ് രാജാവ് പ്രസന്റേഷനായി കൊടുത്തേച്ചിരുന്നു. മാരിയത്തുൽ ഖിബ്തിയ്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടിമപ്പെണ്ണായി തെരഞ്ഞെടുത്തിരുന്നു. സീരീൻ എന്ന് പറയുന്ന പെണ്ണിനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത അതേ പ്രസന്റേഷനുകളുടെ, സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പഴയകാലത്ത് രാജാക്കന്മാര് പല ഗിഫ്റ്റുകളും പലർക്കും കൊടുത്തേക്കും. ഇപ്പൊ ഹദീസിൽ തന്നെയുണ്ട്, അഹ്ദാ മലിക്കും മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നൊരു രാജാവ് നബിതങ്ങൾക്ക് ഒരു കൊട്ട ഇഞ്ചി ഹദിയയായിട്ട്, ഗിഫ്റ്റായിട്ട് കൊടുത്തയച്ചു. അപ്പൊ ഏതെങ്കിലും ഒരു രാജാവ് ഇന്ത്യയിൽ നിന്ന്, ഇഞ്ചി എന്ന് പറയുന്ന സാധനം പഴയകാലത്ത് ഭയങ്കര ഡിമാൻഡുള്ള സാധനം. ഈ ഇന്ത്യയോട് ബ്രിട്ടീഷുകാർക്കും അറബികൾക്കൊക്കെ ഇത്ര വലിയൊരു ആകർഷണീയത വരാൻ കാരണം തന്നെ നമ്മളെ നാട്ടിൽ വിളവെടുപ്പ് നടത്തുന്ന ഇഞ്ചി, കുരുമുളക്, ഏലക്കായി ഇതെല്ലാമാണല്ലോ. അപ്പൊ അവർക്ക് ഇതെല്ലാം വലിയ കാര്യമാണ് അറബികൾക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ളൊരു രാജാവ് ഒരു കൊട്ട ഇഞ്ചി ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അതുപോലെ പഴയകാലത്ത് നബിതങ്ങൾക്ക് പല ആളുകളും പല ഭാഗത്തിൽ നിന്നും പല ഹദിയകളും കൊടുത്തേച്ചിരുന്നു. അക്കൂട്ടത്തിൽ മുഖൗഖിസ് രാജാവ് ഹദിയ കൊടുക്കുമ്പോ ഒരു ഡോക്ടർ പറഞ്ഞേച്ചു. എന്തിന്? മദീനക്കാരെ ചികിത്സിക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഡോക്ടർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡോക്ടറെ തിരിച്ചേക്കുകയാണ്. ഇവിടെ ഒരു ഡോക്ടറുടെ ആവശ്യം ഇല്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. മദീനയിൽ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല. ഇർജിഇ ഇലാ അഹ്ലിക,
നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഇവിടെ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല. എന്തേ? ഞങ്ങൾക്കാർക്കും രോഗം വരാറില്ല. നബിതങ്ങൾക്കും രോഗം വരാറില്ല, സ്വഹാബത്തിനും രോഗം വരാറില്ല. എന്തേ? മൂജിസത്തും കറാമത്തുവാ? അതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ടാ ഞങ്ങൾക്ക് രോഗം വരാത്തത്? നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ. ഞങ്ങൾ അറബികൾക്കൊരു പ്രത്യേകതയുണ്ട്, വിശക്കുമ്പം മാത്രമേ ഞങ്ങൾ തിന്നുകയുള്ളൂ. ഇപ്പത്തെ അറബികളെ പറ്റിയല്ലട്ടാ പറയുന്നത്. നബിതങ്ങൾ പറയാ, ഞങ്ങളും സ്വഹാബത്തും ഞങ്ങൾ വിശക്കുമ്പം മാത്രമേ തിന്നുള്ളൂ, വിശക്കാതെ തിന്നൂല. നമ്മളെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ വിശക്കാതെയും തിന്നുമല്ലോ. നോമ്പ് തുറക്കുമ്പോ ശരിക്കും തിന്നു, അല്ലെ? നിസ്കാരത്തിന് മുമ്പ് ശരിക്കും തിന്നു. അതിൽ പല ജാതി ഫ്രൂട്ട്സ് ഉണ്ടാവും, എണ്ണക്കടി ഉണ്ടാവും, പലതും ഉണ്ടാവും. അതെല്ലാം അടിച്ചു കയറ്റും. നിസ്കാരം കഴിഞ്ഞാലാ പിന്നെ എന്തെങ്കിലും ഒരു നാസ്ത ഉണ്ടാവും, അല്ലെ? പത്തലും കറിയാ, അങ്ങനെ എന്തെങ്കിലും. അത് കഴിഞ്ഞ് തറാവീ കഴിഞ്ഞാലാ കുറച്ച് ദഹിച്ചിട്ടുണ്ടാവും, ഫുള്ളായിട്ടൊന്നും ദഹിച്ചിട്ടുണ്ടാവില്ല, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെ വീണ്ടും കുത്തി നുറക്കുക, മുത്തായം എന്ന പേരിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തായം വേറെ. ഈ നോമ്പ് തുറന്റെയും അത്തായത്തിന്റെയും ഇടയിൽ നമ്മൾ വിശന്നിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. നിറഞ്ഞ വയറ്റിലേക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കിയിട്ട് കയറ്റുക, പിന്നെ രോഗം വരാതിരിക്കോ? നബിതങ്ങൾ പറയാ, ഞങ്ങൾക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ. വിശക്കാതെ ഞങ്ങൾ തിന്നാറില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ്. വിശന്നിട്ടേ തിന്നാന്നുള്ള സ്വഭാവം നമുക്കില്ല, കിട്ടുമ്പെല്ലാം തിന്ന. ഇതാ നമ്മളെ സ്വഭാവം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ടൗണിൽ പോയാൽ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ക്ലിനിക്കാണ്. മെഡിക്കൽ കോളേജ് എന്നുള്ള പേരില, സഹകരണ ആശുപത്രി എന്നുള്ള പേരില, ഡിസ്പെൻസറി എന്നുള്ള പേരില, ഹോമിയോ വേറെ, അല്ലെങ്കിൽ ക്ലിനിക്ക് വേറെ, ഇങ്ങനെ പല ജാതി പേരിൽ എത്ര ഹോസ്പിറ്റൽ, എത്ര ഡോക്ടർമാര്. ഇവരെല്ലാം ജീവിച്ചു പോകുന്നത് നമ്മളെ പൈസ കൊണ്ടല്ലേ? നമ്മൾ അവർക്ക് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതിന് മാത്രം നമുക്ക് ആരോഗ്യമില്ല. എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു? എന്തുകൊണ്ട്? ഭക്ഷണം നിയന്ത്രിക്കാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാ. നബിതങ്ങൾ പറയുന്നു, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡോക്ടർ ആവശ്യമില്ല, ഒരു ക്ലിനിക്ക് ആവശ്യമില്ല, ഇവിടെ ഒരു പേഷ്യന്റും ഇല്ല. എന്തുകൊണ്ട്? ഞങ്ങൾ വിശക്കും വരെ ഭക്ഷണം കഴിക്കാറില്ല. ഇനി വഇദാ അകൽന, രണ്ടാമത് ഞങ്ങളുടെ സ്വഭാവം എന്താണ്? ഭക്ഷണം കഴിച്ചാലോ ലാ നശ്ബഉ, വയറ് നിറച്ചും തിന്നാറില്ല. വയറിന്റെ 1/3 ഭാഗം മാത്രം ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാ രോഗമില്ലാത്ത. ഒന്ന്, വിശക്കുമ്പോ മാത്രം തിന്ന. ഇനി തിന്നാ തന്നെ ഫുള്ളാക്കിയിട്ട് നിറച്ച് ഫില്ലപ്പാക്കലല്ല, മറിച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളത്തിനും ബാക്കി ഒരു ഭാഗവും ഒന്നും കഴിക്കാതെ അനാവശ്യമായി കുറച്ച് നമ്മുടെ വയറ്റിൽ സ്ഥലം ബാക്കി വെക്കുക. അപ്പൊ നബിതങ്ങൾ പഠിപ്പിച്ച പാടാണത്. രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കണം. വിശന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ വേറെ നിറച്ചും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് പടച്ച റബ്ബിന്റെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിന്റെ പേരിലുള്ള വലിയ ഒരു ഹിക്മത്ത്, ഒരു ഭാഗ്യം, ഒരു സൗഭാഗ്യമാണ്. നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നല്ലോണം നിയന്ത്രിക്കാൻ പറ്റും. അത് വലിയൊരു തൗഫീഖാണ്. അതിനു പുറമെ നോമ്പ് കൊണ്ട് വേറെ ഒരുപാട് നേട്ടങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? മുവാഫഖത്തുൽ ഫുഖറാ. ഇപ്പൊ നമ്മള് ഫലസ്തീന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും ഫലസ്തീനിലെ വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അത്തായം ഉണ്ടാക്കുന്നിടത്തേക്ക് ബോംബോ മിസൈലോ വീണ് അത്തായം ഉണ്ടാക്കുന്നതിന് ഇടയിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോവുകയാണ്. എവിടെ? ഫലസ്തീനിൽ. അല്ലെങ്കിൽ കുറച്ചു ദിവസം മുമ്പ് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ഇടയിലേക്ക് മിസൈൽ വീണ് ഒരുപാട് ആളുകൾ മരിച്ചു പോവുകയാണ്.
ഒരു ഭക്ഷണത്തിന്റെ പൊതിയെങ്ങാലും വന്നാല് അതിൽ നിന്ന് വീണുപോകുന്ന വറ്റുകൾ വരെ അവർ പെറുക്കിയെടുത്തിട്ട് ഭക്ഷിക്കുക. അതിന് മാത്രം കൊടും ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ, വിശപ്പിൽ കഴിയുന്ന ഫലസ്തീനികളടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ. നമുക്കാണെങ്കിലോ അൽഹംദുലില്ലാഹ് സുഭിക്ഷമായ ഭക്ഷണം, ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല ഭക്ഷണത്തിന്. ആവശ്യാനുസരണം നല്ല ഭക്ഷണം, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ 11 മാസം നല്ല മംഗലം, നല്ല പൊരകുടി, നല്ല വിരുന്ന്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം തരത്തിലുള്ള ഫംഗ്ഷനിന്റെ പേരിൽ വിവിധ തരങ്ങളായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ അന്നം പോലുമില്ലാതെ ഭക്ഷണം കൊതിച്ചു നിൽക്കുന്നതിനിടയിൽ അതാ മിസൈലാക്രമണം കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ പെടഞ്ഞു മരിച്ചു പോകുന്ന എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കാനോ ഒരു ഗ്ലാസ് വെള്ളം എത്തിച്ചു കൊടുക്കാനോ സാധുക്കളായ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അവരുടെ വിശപ്പിൽ നമ്മളും പങ്കാളികളാവുക. അവരനുഭവിക്കുന്ന വിശപ്പിന്റെ ഊക്ക് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് വലിയ ഒരു കാര്യമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ പട്ടിണിയുടെ വില മനസ്സിലാക്കാനാണ് അള്ളാഹു 11 മാസം കഴിഞ്ഞതിന് ശേഷം 1 മാസം നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ 7 കൊല്ലക്കാലം വലിയ വരൾച്ചയാണ്, മഴയില്ല. 7 കൊല്ലക്കാലം നല്ല മഴ കിട്ടും. അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയത്തേക്ക് വേണ്ടി മഴ കിട്ടുന്ന 7 വർഷം കൃഷി ചെയ്ത് അത് ഗോഡോണിൽ സൂക്ഷിച്ചു വെച്ച് രേഷം സംവിധാനത്തിലൂടെ നാട്ടുകാർക്ക് മുഴുവനും ഭക്ഷണം എത്തിച്ചു കൊടുത്ത, അതേ ലോകത്താദ്യമായി റേഷൻ സിസ്റ്റമിലൂടെ ദാരിദ്ര്യ നിർമാർജനം ചെയ്ത, പാവപ്പെട്ടവന്റെ വിശപ്പടക്കിയ പ്രഗൽഭനായ നബിയല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തില് മഴ കിട്ടാത്ത സമയത്ത്, വരൾച്ചയുടെ സമയത്ത് എത്രയോ ഭക്ഷണമുണ്ടായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണക്കാരായ പ്രജകൾ കഴിക്കുന്ന ഭക്ഷണമല്ലാതെ മുന്തിയ ഭക്ഷണം കഴിച്ചിരുന്നില്ല. എന്തുകൊണ്ടാ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖജനാവില് സുഭിക്ഷമായ ഭക്ഷണം ഇല്ലാതിരുന്നിട്ടല്ല. നമ്മളിപ്പോ വലിയ പൈസക്കാര് റേഷൻ കടയിൽ വന്നിട്ട് അരി വാങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടാ? ഇല്ല, ഓർക്ക് റേഷന്റെ അരി പറ്റൂല. അരിമോശായിട്ടല്ല, അതവരെ സ്റ്റാൻഡേർഡിന് കുറവാന്ന് വിചാരിച്ചിട്ടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവാ, കൊട്ടാരത്തിൽ നിന്നാണ് റേഷൻ വിതരണം ചെയ്യുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ റേഷൻ അരി വാങ്ങാതെ കൊട്ടാരത്തിൽ സുഭിക്ഷമായ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ വകുപ്പുണ്ടായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിച്ചിരുന്ന ഭക്ഷണം റേഷനിലൂടെ വിതരണം ചെയ്തതായ അരി ഏതോ അതേ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ. എന്തുകൊണ്ട്? പാവപ്പെട്ട പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? അത് ശരിയല്ലല്ലോ. ഞാൻ അവരോട് യോജിക്കലല്ലേ വേണ്ടത്. അതാണ് നോമ്പിന്റെ ഗുണം. നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ചിന്തിക്കണം, ഫലസ്തീനിലും ഗസയിലും സിറിയയിലും തുടങ്ങിയ എത്രയോ ഇസ്ലാമിക് രാജ്യങ്ങളിൽ എന്നല്ല ഇന്ത്യയുടെ പല ഭാഗത്തും
ഒരു വണ്ടിയുമായി ഭക്ഷണപ്പൊതി വരുമ്പോൾ എത്രയെത്ര കുഞ്ഞുങ്ങളാണ് സുബ്ഹാനല്ലാഹ് ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ദൂരദിക്കിൽ നിന്ന് ഓടി വന്ന് വരി നിൽക്കുന്നത് നമ്മൾ വീഡിയോകളിൽ കാണാറുണ്ട്. അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന ചെമ്പട്ടി തുടച്ചു വൃത്തിയാക്കാൻ അവർ അടികൂടുകയാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാതെ നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കള് പല ഭാഗത്തും പ്രയാസപ്പെടുമ്പോൾ അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുക എന്നതും നോമ്പിന്റെ മർമ്മമായ ഒരു ലക്ഷ്യമാണ്. അതും കൂടി അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പട്ടിണി കിടന്നിട്ട് പട്ടിണി കിടക്കുന്നവരെ വില മനസ്സിലാക്കടാ എന്നാ അല്ലാഹ് പറയുന്ന നോമ്പ് നിർബന്ധാക്കിയിട്ട്. അപ്പൊ അങ്ങനെ നോമ്പ് കൊണ്ട് ആരോഗ്യമുണ്ട്, പാവപ്പെട്ടവന്റെ വില മനസ്സിലാക്കലുണ്ട്, അല്ലാഹുവിലേക്ക് തഖ്വ വർദ്ധിക്കലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ ആ നോമ്പാവണമെങ്കിൽ, നോമ്പിന്റെ ഫലം കിട്ടണമെങ്കിൽ കിതാബിൽ പറഞ്ഞതുപോലെ നോമ്പെടുക്കണം. ഇപ്പൊ നോമ്പ് തുടങ്ങിയപ്പോ ആണും പെണ്ണുമായിട്ട് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുഗറോഡിൽ 4 ദിവസം ക്ലാസ് എടുത്തിരുന്നു. അവിടെ പെണ്ണുങ്ങൾ ഒരുപാട് സംശയങ്ങളെല്ലാം ചോദിച്ചിരുന്നു. അതിനു പുറമെ ഓൺലൈനിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നോമ്പുമായി ബന്ധപ്പെട്ട മസലകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു 20 ദിവസം ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അത് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അറിയേണ്ട വളരെ മർമ്മമായ പ്രധാനപ്പെട്ട മസലയാണ്. അത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ചിലപ്പോ നമ്മുടെ നോമ്പ് തന്നെ ശരിയാവാതെ വരും. ഇപ്പൊ നോമ്പ് ശ്രദ്ധിക്കേണ്ട 2 ഫർളുകളെ നോമ്പിന് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ നിസ്കാരത്തിന് 14 ഫർളുണ്ടല്ല, നോമ്പിന് ആകെ 2 ഫർളേ ഉള്ളൂ. പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ. മസലയാണ്. മസല പറയുമ്പോ ചിലപ്പോ പകുതി കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന് പറഞ്ഞ മാതിരി ഒന്നും തിരിയാണ്ടായിപ്പോയി. അപ്പൊ നോമ്പ് ചിലപ്പോ ഉസ്താമാര് മുമ്പ് മസലകളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ചുരുക്കിയിട്ട് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പിന് 2 ഫർളുകളാണ് ഉള്ളത്. പ്രധാനമായും ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. അപ്പൊ പലരും ചോദിക്കുന്നതാണ്, ഈ നോമ്പിന് നിയ്യത്ത് വെക്കുമ്പോ അത് തറാവീഹ് കഴിഞ്ഞിട്ട് തന്നെ ആവണമെന്നുണ്ടാ? അപ്പൊ നമ്മളെല്ലാം പുരുഷന്മാര് തറാവിക്ക് പള്ളിയിൽ പോകുന്നത് കൊണ്ട് പള്ളിയിൽ തറാവി നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് നിയ്യത്ത് ചൊല്ലിക്കൊടുക്കും. അപ്പൊ അങ്ങനെ തറാവി കഴിഞ്ഞിട്ട് തന്നെ നിയ്യത്താവണമെന്നുണ്ടാ എന്ന് പലരും ചോദിക്കുന്നതാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, നോമ്പിന്റെ നിയ്യത്തിന്റെ സമയം എന്ന് പറയുന്നത് മഗ്രിബ് ബാങ്ക് കൊടുത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലാണ്. എപ്പോ വേണമെങ്കിലും നിയ്യത്ത് വെക്കാം. മഗ്രിബ് ബാങ്ക് കൊടുത്തത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു സമയം നമുക്ക് മനസ്സിൽ നിയ്യത്ത് ഉണ്ടായാൽ തന്നെ നോമ്പ് കിട്ടും. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ബായ് കൊണ്ട് ഉച്ചരിക്കലല്ലാട്ടാ. അൽ ഖസ്ദു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള കരുത്താണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ബായ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്ത് മാത്രം. ഒരാൾ നവൈത്തു സൗമഗദിൻ അന്നദാഇ ഫർദു റമളാനി ഹാദിഹി സനത്തിലില്ലാഹി തആല എന്ന് ബായ് കൊണ്ട് പറഞ്ഞു. പറയുമ്പോ ഓൻ എന്തോ ചിന്തിച്ചിട്ടാ പറഞ്ഞേ, പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല, എന്നാ നോമ്പ് കിട്ടൂല. ബായ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബായ് കൊണ്ട് പറയലല്ല നിയ്യത്ത്, അത് സുന്നത്തല്ലേ ഉള്ളൂ. അപ്പൊ നിയ്യത്ത് ചൊല്ലുമ്പോ മനസ്സും കൂടി അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് മറ്റു ചിന്തകളൊന്നും വരാതെ ആ നിയ്യത്തിൽ പറയുന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് ചെല്ലണം. അപ്പോഴേ നിയ്യത്താവും. അപ്പൊ നിയ്യത്തിന്റെ സമയം എന്ന് പറയുന്നത് മഗ്രിബ് ബാങ്ക് കൊടുത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ എപ്പോ വേണമെങ്കിലും നിയ്യത്ത് വെക്കാം. പക്ഷേ 2 കാര്യം നിയ്യത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്താ? ഒന്ന്, എല്ലാ ദിവസത്തിനു വേണ്ടിയുള്ള നിയ്യത്തും തലേ ദിവസത്തിന്റെ നോമ്പ് തുറന്നാ വെക്കൽ സുന്നത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ പെണ്ണുങ്ങൾക്ക്? അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ നോമ്പ് തുറക്കൂലേ, തുറന്ന ഉടനെ തന്നെ നാളത്തെ നോമ്പിന് വേണ്ടിയിട്ട് നിയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട്. ബുശ്റൽ കരീം, കുർദി പോലത്തെ കിതാബിലെല്ലാം അത് സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? നിയ്യത്ത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ നോമ്പ് നമ്മൾ തുറക്കുമ്പോ നമുക്ക് നോമ്പിന്റെ ചിന്ത ഉണ്ടാവല്ലോ. അപ്പൊ ആ ചിന്തയിൽ തന്നെ നാളത്തെ നോമ്പിന്റെ നിയ്യത്തും കൂടി വെച്ചാൽ നോമ്പിന്റെ നിയ്യത്ത് മറക്കൂല.
അപ്പൊ അതുകൊണ്ട് നിയ്യത്ത് ഏത് രാത്രിയുടെ ഏത് സമയത്ത് വെച്ചാൽ പറ്റുമെങ്കിലും ഏറ്റവും സുന്നത്തായത് എല്ലാ ദിവസവും നോമ്പ് തുറന്നാൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ നാളേക്കുള്ള നിയ്യത്തും കൂടി വെക്കുക. അപ്പൊ നോമ്പ് തുറന്നാൽ ചെല്ലേണ്ട ഒരു ദിക്റുണ്ട്. എന്താ? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അത് ചൊല്ലിയ ഉടനെ തന്നെ നിയ്യത്തും കൂടി വെക്കുക. നവൈതു സോമഗദിൻ അൻ അദാഇ ഫർദ് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. പിന്നെ ഈ സമൂഹ നോമ്പ് തുറക്കെല്ലാം പോയാൽ ടെൻഷനായിരിക്കും. ഇതെല്ലാം കൂടി ചെല്ലി തീരുമ്പോഴത്തേക്കും അവിടെ സമൂസെല്ലാം കാലിയായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോമ്പിന്റെ നിയ്യത്ത് രാത്രി എപ്പം വെക്കാമെങ്കിലും സുന്നത്ത് നോമ്പ് തുറന്ന ഉടനെ തന്നെ നാളേക്ക് വേണ്ടിയുള്ള നിയ്യത്ത് വെക്കല. അതിനു പുറമെ ഒരു സുന്നത്തും കൂടി ഉണ്ട്. എന്താ? അത്തായം വെയിച്ചു കഴിഞ്ഞാല് ഒന്നും കൂടി നേരത്തെ വെച്ച നിയ്യത്ത് പുതുക്കൽ സുന്നത്തുണ്ട്. സുബൈ ബാങ്കിന് മുമ്പായി അത്തായം വെയിച്ചതിന് ശേഷം ഒന്നും കൂടി നേരത്തെ നമ്മൾ മഗ്രിബിന്റെ ഉടനെ നോമ്പിന്റെ നിയ്യത്ത് വെച്ചല്ലോ, അതൊന്നും കൂടി പുതുക്കൽ സുന്നത്തുണ്ട്. എന്തിനാ പുതുക്കുന്നേ? അത് ചില പണ്ഡിതന്മാര് പറഞ്ഞു, നട്ടപ്പാതിരക്ക് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം നോമ്പിന്റെ നിയ്യത്ത് വെച്ചാലേ നിയ്യത്ത് ശരിയാവുള്ളൂ. അപ്പൊ അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക. അങ്ങനെ അവരെ പരിഗണിച്ചുകൊണ്ട് സംഗതി മഗ്രിബിന്റെ സമയത്ത് നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി സുബഹിക്ക് തൊട്ടുമുമ്പായി നിയ്യത്ത് പുതുക്കൽ സുന്നത്തുണ്ട്. പുതുക്കിയിട്ടില്ല വെച്ചിട്ട് നോമ്പൊന്നും കിട്ടാതിരിക്കൂല. നോമ്പിന് ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് ഉണ്ടായാൽ മതി. പക്ഷേ മഗ്രിബിന് തൊട്ടുടനെ വെച്ചതായ നിയ്യത്ത് ഒന്നും കൂടി സുബഹിക്ക് മുമ്പ് പുതുക്കൽ സുന്നത്തുണ്ട്. അപ്പൊ നിയ്യത്തുമായി ബന്ധപ്പെട്ട് 2 സുന്നത്ത് കിട്ടി. അതുപോലെ തന്നെ നോമ്പിന്റെ നിയ്യത്ത് ചുരുങ്ങിയ രൂപം നവൈതു സോമ റമളാനാ. റമളാനിലെ നോമ്പ് ഞാൻ കരുതിയെന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ നിർബന്ധം വീടി. പക്ഷേ പൂർണ്ണമായ രൂപം നവൈതു സോമഗദിൻ അൻ അദാഇ ഫർദ് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇക്കൊല്ലത്തെ റമളാനിലെ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിടാൻ ഞാൻ കരുതി. അത് പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഉസ്താദെ നാളത്തെ നോമ്പ് എന്ന് പറയാൻ കഴിയില്ലല്ല. കാരണം മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസം തുടങ്ങുന്നത് മഗ്രിബോട് കൂടെയല്ലേ. അപ്പൊ മഗ്രിബിന് ശേഷം നിയ്യത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ മഗ്രിബ് കഴിഞ്ഞ് സുബഹിക്ക് ശേഷമുള്ള പകലല്ലേ നോമ്പെടുക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നാളെയല്ല, ഇന്ന് തന്നെയാണ്, ഇന്നിന്റെ ഭാഗമാണ്. നാളെയാവണമെങ്കിൽ നാളത്തെ മഗ്രിബോട് കൂടെയല്ലേ നാളെ ആവുന്നത്. അപ്പൊ നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ നാളെ മഗ്രിബിന് ശേഷമുള്ള നോമ്പല്ലേ ആവുള്ളൂ. അപ്പൊ അതെങ്ങനെ ശരിയാവുന്നു എന്ന് പലരും ചോദിക്കുന്നതാ. അതിനുള്ള മറുപടി കിതാബിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അൽ യൗമുല്ലദി യലിൽ ലൈലത്തല്ലത്തി നവാ ഫീഹാ. നിയ്യത്ത് വെക്കുന്ന രാത്രിക്ക് തൊട്ടുപിറകിൽ വരുന്ന പകലിലെ നോമ്പ് എന്നേ അതിനുദ്ദേശമുള്ളൂ, അല്ലാണ്ട് ഒറിജിനൽ നാളെയല്ല. ഒറിജിനൽ നാളെ ആവണമെങ്കിൽ നാളെ മഗ്രിബ് കഴിയണം, അപ്പോഴാണ് ഒറിജിനൽ നാളെ ആവുക. അതുകൊണ്ട് നാളത്തെ നോമ്പ് എന്ന് നിയ്യത്ത് വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആ നാളെ എന്നതിന്റെ ഉദ്ദേശം ഈ രാത്രി കഴിഞ്ഞാൽ വരുന്ന പകല് എന്ന് മാത്രമാണ്. അല്ലാതെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സുബഹി ബാങ്കോടുകൂടെ തന്നെ നാളെ ആവുന്നില്ല. മറിച്ച് നാളെ എന്ന് പറയണമെങ്കിൽ മഗ്രിബ് ബാങ്ക് കൊടുക്കണം. ഇനി നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു മസലയും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹൈദ് നിഫാസുള്ള സ്ത്രീകള് നോമ്പെടുക്കൽ ഹറാമാണ്, നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നോമ്പ് ശരിയല്ല. കാരണം നോമ്പിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷനാണ് റമളാനിന്റെ പകലിൽ ഒരു സമയം പോലും അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. ഒരു പെണ്ണ് നോമ്പെടുത്തു, 6:59 ഓൾക്ക് മെൻസസ് ഉണ്ടായി, 50 ആവുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു, 60 ആവുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു. 1 മിനിറ്റേ ഒക്കെ അശുദ്ധി ഉണ്ടായിട്ടുള്ളൂ, എങ്കിലും ആ ദിവസത്തെ നോമ്പ് കൊളായി. അത് വേറെ ദിവസം കളാവിട്ടാണ്. കാരണം നോമ്പിന്റെ പ്രധാന ഷർത്താണ് 1 സെക്കൻഡ് പോലും അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് കിട്ടൂല. അപ്പൊ ചിലപ്പോ ഈ സ്ത്രീകൾക്കെല്ലാം രക്തം ഒരു കറ പോലെ കണ്ട്, പിറ്റേന്നും കറ പോലെ കണ്ട്, 3-ാം ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മെൻസസ് രക്തം തുടരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു പകലിൽ ഒരു കറ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആ ദിവസത്തെ നോമ്പ് ബാത്തിലായി പോയി. ഇനിയിപ്പോ ആ ദിവസത്തെ നോമ്പ് വേറൊരു ദിവസം കളാ വിട്ടാനേ വകുപ്പുള്ളൂ. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് റമളാനിന്റെ ഏതെങ്കിലും ഒരു പകലിൽ 1 സെക്കൻഡ് അശുദ്ധി ഉണ്ടായാൽ തന്നെ
അത് ഹൈലോ നിഫാസോ ഏത് അശുദ്ധിയാണെങ്കിലും, ബ്ലീഡിംഗ് അല്ലട്ടാ, വെള്ളപ്പോക്ക് ബ്ലീഡിംഗ് പോലത്തെ സംഗതികളൊന്നും നോമ്പിനോ നിസ്കാരത്തിനോ ഒരു തടസ്സവുമല്ല. ബ്ലീഡിംഗ് ഉള്ള പെണ്ണുങ്ങൾക്ക് നിസ്കാരം നിർബന്ധം, നോമ്പ് നിർബന്ധം, എല്ലാ ശുദ്ധിയുള്ളവരുടെ ഹുക്കുമും അവർക്ക് ബാധകമാണ്. അവർക്ക് ഖുർആൻ തൊടാം, ഖുർആൻ ഖത്തം തീർക്കാം, എല്ലാം ചെയ്യാം. എത്രത്തോളം ബ്ലീഡിംഗ് ഉള്ള വെള്ളപ്പോക്കുള്ള സ്ത്രീകളുമായി പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാം, എത്രത്തോളം ആ സമയം അവർക്ക് രക്തം ഒലിക്കുന്നുണ്ടെങ്കിൽ വരെ എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലീഡിങ്ങിനെ പറ്റിയല്ല പറയുന്നത്. അശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈള് അല്ലെങ്കിൽ നിഫാസ്. ഈ രക്തങ്ങൾ പകലിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഒരു സ്ത്രീക്കുണ്ടായാൽ ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടു. ഇനി അവര് ഹൈളുകാരെ പോലെ തന്നെ വൈകുന്നേരം വരെ ഭക്ഷണവും മറ്റും കഴിക്കാതെ തുടരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ ഹൈള് 6-7 ദിവസം നിലനിൽക്കുന്ന സ്ത്രീകൾക്ക് അവര് പകൽ സമയത്ത് തീരെ ഭക്ഷണം കഴിക്കാതെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നോമ്പുകാരെ പോലെ തന്നെ നിൽക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. ഹൈളുണ്ട് എന്നതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കൽ നിർബന്ധം അങ്ങനെ ഉണ്ടാ? ഭക്ഷണം കഴിക്കൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ തിന്നോട്ടെ. അവർക്ക് നിയന്ത്രണം പാലിക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല, ഒന്നുമില്ല. പക്ഷേ അവര് രാത്രി നിയ്യത്ത് വെച്ച് നോമ്പുകാരെ പോലെ തന്നെ ആ നോമ്പിന്റെ പുണ്യവിചാരത്തോടുകൂടെ നോമ്പുകാരെ പോലെ തന്നെ തുടരാൻ പാടില്ല. അത് ഹറാമാണ്. അത് പലരും അറിയാത്തൊരു മസലയാണ്. അതായത് ഹൈള് നിഫാസുള്ള സ്ത്രീകൾ റമദാനിന്റെ പകലുകളിൽ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പില്ല എന്ന് അള്ളാന്റെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നോമ്പുകാരെ പോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ നിലകൊള്ളുമ്പോ എനിക്ക് നോമ്പ് കിട്ടുന്ന, നോമ്പിന്റെ കൂലി കിട്ടട്ടെ എന്നു കരുത്തോടുകൂടെ, അല്ലെങ്കിൽ രാത്രി നിയ്യത്ത് വെച്ച് നോമ്പുകാരെ പോലെ തന്നെ അങ്ങനെ തുടരാൻ പാടില്ല. അത് അള്ളാനെ കളിയാക്കല. അള്ള പറയാ നിങ്ങൾ മെൻസസുള്ള സമയത്ത് നോമ്പെടുക്കണ്ട, ഓള് പറയാ ഞാൻ നോമ്പെടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ പകൽ സമയത്ത് ആരെങ്കിലും കണ്ടാലാ നാണക്കെടല്ലേ എന്ന് വിചാരിച്ചിട്ടോള് ഭക്ഷണം കഴിച്ചില്ല, എന്റെ മനസ്സിന്റെ കാര്യം, ഹൈളിന്റെ കാര്യം പുറത്തായാലാ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ല, എന്നാ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഭക്ഷണം പകൽ സമയത്തില്ല, മോന്തിയാകുമ്പോഴേ ഭക്ഷണം ആവുള്ളൂ, അപ്പൊ കഴിക്കാന്ന് വിചാരിച്ചു, അങ്ങനെ ഭക്ഷണം തീരെ കഴിക്കാതിരുന്നു അയലുകാരി, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നോമ്പ് എന്ന പുണ്യവിചാരത്തോടുകൂടെ ഹൈള് നിഫാസ് ഉള്ള സ്ത്രീകൾ നിയത്തോടുകൂടെ ഒരിക്കലും അവർ നിയന്ത്രണങ്ങൾ പാലിച്ച് നോമ്പുകാരെ പോലെ തുടരാൻ പാടില്ല. അതിവിടെ നിന്ന് മാത്രല്ല, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് 20 ദിവസം ക്ലാസ് എടുത്തപ്പോ വലിയ ഒരു ചർച്ചയായ വിഷയമാണ് ഈ സ്ത്രീകൾ, മെൻസസ് ഉള്ള സ്ത്രീകള് അല്ലെങ്കിൽ പ്രസവരക്തം സ്രവിക്കുന്ന സ്ത്രീകള് ഉറങ്ങാൻ വേണ്ടി ഉളുവെടുക്കാൻ പറ്റുമോ ഇല്ലേ? തുഹ്ഫയടക്കം ശറഹുൽ മുഅദ്ദബടക്കം എല്ലാ കിതാബിലും പറഞ്ഞതാണ്, ഹൈള് രക്തവും നിഫാസ് രക്തവും പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ ഉറങ്ങാൻ വേണ്ടി ഉളുവെടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. അള്ള പറഞ്ഞതാണ് നിങ്ങൾ ശുദ്ധീകരണം വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ നിയ്യത്തോടുകൂടെ അവർ കുളിക്കാൻ പാടില്ല. ഹൈള് നിഫാസുള്ള പെണ്ണുങ്ങൾക്ക് നിയ്യത്തോടുകൂടെ ഉളുവെടുക്കുന്നതും കുളിക്കുന്നതും ഹറാമാ. അല്ലാതെ കൈയും കാലും കഴുകി അല്ലെങ്കിൽ വൃത്തിയാവാൻ വേണ്ടി കുളിച്ചു, അതിനൊന്നും തടസ്സമില്ലാട്ടാ. ഞാൻ പറയുന്നത് നിയ്യത്തോടുകൂടെ സുന്നത്ത് എന്ന ഉദ്ദേശത്തോടുകൂടെ ഉളുവെടുക്കാനും പാടില്ല, കുളിക്കാനും പാടില്ല, അത് ഹറാമാണ്. അതേസമയം ഹൈള് രക്തം നിലച്ചു, ഹൈള് തീർന്നു, ഓൾ കുളിച്ചില്ല, രാവിലെ നിലച്ച പെണ്ണ് നൂറിനാ കുളിക്കാൻ വിചാരിച്ച, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹൈള് രക്തം നിലച്ച് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനൊക്കെ ഉദ്ദേശിച്ചാൽ സ്ത്രീകൾക്ക് ഉളു പ്രത്യേകം സുന്നത്തുണ്ട്. അതിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചില ആളുകൾ രക്തം പുറപ്പെടുമ്പോഴും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉളു എടുക്കാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്, ഒരിക്കലും അത് ശരിയല്ല. മറിച്ച് ഹൈള് രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ നീയത്തോടുകൂടെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നീയത്തോടുകൂടെ ഒതുവെടുക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. പിന്നെ കുളിക്കാൻ പറ്റൂന്ന് പറഞ്ഞ കുളിയുണ്ട്, അത് ഹജ്ജുമായി ബന്ധപ്പെട്ട 4 കുളികളുണ്ട്. മക്കയിൽ കടക്കുമ്പോഴും അറഫയിൽ നിൽക്കാൻ വേണ്ടി, മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ജംറയിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പറഞ്ഞ കുളിയുണ്ടല്ല, അത് മെൻസസുള്ള സ്ത്രീകൾക്ക് രക്തം വരുമ്പോൾ തന്നെ നിയത്ത് വെച്ച് കുളിക്കാം. അതുപോലെ പെരുന്നാളിന് ഒരു പെണ്ണിനിക്ക് ഹൈളുണ്ട്, അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ കുളി എല്ലാവർക്കും സുന്നത്താ, അത് ഹൈളുള്ള പെണ്ണിനിക്ക് നിയത്ത് വെച്ച് കുളിക്കൽ സുന്നത്തുണ്ട്. ഈ 5 കുളികളല്ലാതെ വേറെ ഒരു ശുദ്ധീകരണം ഉളുവാവട്ടെ കുളിയാവട്ടെ നിയത്തോടുകൂടെ ചെയ്യാൻ പാടില്ല. കുളി കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ചെയ്യാൻ പാടില്ല. കുളിച്ചോട്ടെ, കൈകാല് കൈകിക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല.
അതുപോലെ തന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് റമദാനിന്റെ പകലുകളിൽ രക്തം നിലച്ചാൽ, ഇപ്പൊ രക്തം തുടങ്ങുന്നതിനെ പറ്റിയാ പറഞ്ഞു, രക്തം തുടങ്ങിയാൽ പിന്നെ നോമ്പ് എന്ന പുണ്യവിചാരത്തിൽ, ആ നല്ല വിചാരത്തിൽ തുടരാൻ പാടില്ല എന്നാ പറഞ്ഞ. അതേസമയം ഒരു പെണ്ണിനിക്ക് റമദാനിന്റെ പകലുകളിൽ രക്തം അവസാനിച്ചു, ഉച്ചക്ക് 12 മണിക്ക് അവസാനിച്ചു, അവൾക്ക് ആ ദിവസം നോമ്പ് കിട്ടൂലല്ല, പക്ഷെ അവൾക്ക് വൈകുന്നേരം വരെ ഇംസാക്ക് സുന്നത്തുണ്ട്, നിയന്ത്രണം പാലിച്ചുകൊണ്ട് നോമ്പുകാരെ പോലെ തന്നെ തുടരൽ സുന്നത്തുണ്ട്. അപ്പൊ രക്തം തുടങ്ങിയാൽ പിന്നെ നിയന്ത്രണം പാലിക്കാൻ പാടില്ല, നേരെമറിച്ച് രക്തം അവസാനിച്ചാൽ അവർക്ക് നിയന്ത്രണം പാലിച്ച് നോമ്പുകാരെ പോലെ തന്നെ വൈകുന്നേരം വരെ തുടരൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകളുടെ നിയ്യത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ചർച്ച അവിടെ കിതാബിൽ നടത്തിയിട്ടുണ്ട്. എന്താ, ഒരു പെണ്ണിന് രാത്രി രക്തം നിലച്ചു, ഉദാഹരണത്തിന് ഒരു 12 മണിക്ക് രക്തം നിലച്ചു, ഓൾ 5 മണിക്കാണ് എണീക്കുന്നത്, 5:25 ബാങ്കും, 25 മിനിറ്റ് കൊണ്ട് ഇനിയിപ്പോ കുളിക്കാൻ നേരമില്ല, വേഗം അത്താൻ കഴിക്കാനേ നേരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിന് നോമ്പ് കിട്ടുവോ? നോമ്പ് കിട്ടും. കുളി സുബഹി ബാങ്കിന് ശേഷമാക്കി എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഹൈദ് രക്തം, നെഫാസ് രക്തം നിലച്ച പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടിട്ട് ജനാബത്തുണ്ടായിരുന്നു, അവർക്ക് കുളിക്കാൻ നേരം കിട്ടിയില്ല, അത്തായത്തിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം സുബഹി ബാങ്കിന് ശേഷം കുളിക്കാം. അശുദ്ധിയോടുകൂടെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. രക്തം വന്നുകൊണ്ടിരിക്കെ പ്രവേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. രക്തം നിലച്ചതിന് ശേഷം അല്ലെങ്കിൽ ജനാബത്തുണ്ടായതിനു ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് നിയ്യത്ത് വെച്ച് നോമ്പെടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ സുന്നത്ത് അത്തായത്ത് സമയത്ത് സുബഹി ബാങ്കിന് മുമ്പേ കുളിച്ച് വൃത്തിയായി നോമ്പിലേക്ക് പ്രവേശിക്കലാണ്. അതുകൊണ്ട് രാത്രി ഹൈദ് രക്തമോ നിഫാസ് രക്തമോ നിലച്ച പെണ്ണുങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സുബഹി ബാങ്കിന് കുളിക്കൽ സുന്നത്താണ്. സുബഹി ബാങ്കിന് ശേഷം സുബഹി നിസ്കാരത്തിന് മുമ്പായിട്ട് കുളിച്ചാലും പ്രശ്നമില്ല. ഇതിപ്പോ രക്തം നിലച്ച പെണ്ണെ പറ്റിയാ പറഞ്ഞു. ഇനി രക്തം വന്നുകൊണ്ടിരിക്കെ തന്നെ നോമ്പിന് നിയ്യത്ത് വെക്കാൻ അവസരം കൊടുത്ത 2 വിഭാഗമുണ്ട്. ഒന്ന്, ഓൾക്ക് സ്ഥിരമായിട്ട് 7 ദിവസമാണ് രക്തം കാണുക, എല്ലാ മാസവും 7 ദിവസം രക്തം കാണുക. അപ്പൊ ഇന്ന് 12 മണിക്ക്, രാത്രി 12 മണിക്ക് 7 ദിവസം പൂർത്തിയാവാം. അപ്പോൾ പതിവനുസരിച്ച് ഇന്ന് രാത്രി രക്തം നിലക്കുമല്ല. അപ്പൊ അങ്ങനെ പതിവിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു പെണ്ണിന് രാത്രി 10 മണിക്ക് ഉറങ്ങുമ്പോൾ തന്നെ നാളത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ട് ഉറങ്ങാന്ന സംഗതി. അവളുടെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൾക്ക് രാത്രി 10 മണിക്ക് നിയ്യത്ത് വെച്ച് ഉറങ്ങിയിട്ട് സുബഹിക്ക് ശേഷം എണീച്ചാൽ അവൾക്ക് നോമ്പ് കിട്ടും. അപ്പൊ രക്തം വരുന്ന സമയത്തല്ലേ നിയ്യത്ത് വെച്ചത്, അതിന് പ്രശ്നമല്ല. കാരണം എന്താ, അവൾക്ക് രക്തം വരുമ്പോ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിലും സുബഹിക്ക് മുമ്പായിട്ട് രക്തം നിലക്കും എന്ന മികച്ച ധാരണയുണ്ട്. കാരണം എന്താ, സ്ഥിരമായിട്ട് 6-7 ദിവസം നോക്കി രക്തം വരാറ്. അപ്പൊ ഇന്ന് 12 മണിയോടുകൂടെ 7 ദിവസം പൂർത്തിയാവാൻ പോവാന്ന്. അപ്പൊ അങ്ങനെ പതിവുള്ള പെണ്ണിന് പതിവ് അവസാനിക്കും എന്നുറപ്പുണ്ടെങ്കിൽ അവസാനിക്കുന്നതിന് മുമ്പേ ആ പതിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിയ്യത്ത് വെക്കാം. ഇനി പതിവില്ലാത്ത പെണ്ണാണെങ്കിൽ അവളുടെ 15 ദിവസം, ഹൈദ് രക്തം 15 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് പോകില്ലല്ല, ഇന്ന് 12 മണിയോടുകൂടെ 15 ദിവസം പൂർത്തിയാവാം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഉറപ്പായല്ലോ ഇനി എനിക്ക് വരുന്നത് ഹൈദല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അക്സറുൽ ഹൈദിന്റെ ഏറ്റവും കൂടിയ കാലാവധിയായ 15 ദിവസം പൂർത്തിയാവുമെന്ന് ധാരണയുണ്ടെങ്കിലും സ്ത്രീകൾക്ക് രക്തം വന്നുകൊണ്ടിരിക്കെ നിയ്യത്ത് വെക്കാം. അതേസമയം ഇങ്ങനെ പതിവൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവട്ടെ, ചില ദിവസം, ചില മാസം 4 ദിവസം, ചില മാസം 5 ദിവസം, അങ്ങനത്തെ പെണ്ണുങ്ങൾ രക്തം വന്നുകൊണ്ടിരിക്കെ നിയ്യത്ത് വെച്ചു, എന്നിട്ട് അവൾ വിചാരിച്ചതുപോലെ സുബഹിക്ക് മുമ്പായിട്ട് രക്തം നിലച്ചാൽ വരെ അവർക്ക് നോമ്പ് കിട്ടുന്നില്ല. കാരണം ആ നിയ്യത്ത് വെക്കുന്ന സമയത്ത് അവൾക്ക് രക്തം നിലക്കും എന്നൊരു മികച്ച ധാരണയില്ലല്ലോ. അപ്പൊ ചുരുക്കത്ത് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പ് രക്തം നിലച്ച പെണ്ണിന് നിയ്യത്ത് വെച്ച് കുളിക്കാതെ തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കാം. ഇനി രക്തം വന്നുകൊണ്ടിരിക്കെ തന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് നിയ്യത്ത് വെക്കണമെങ്കിൽ ഒന്നിരിക്കൽ അവളുടെ സാധാരണ ഹൈദിന്റെ കാലാവധി ഉറക്കത്തിൽ തീരണം, അല്ലെങ്കിൽ കൂടിയ കാലാവധി 15 ദിവസം ഉറക്കത്തിൽ തീരണം. ഇതിപ്പോ നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു. ഇനി ചുരുങ്ങിയ ചില കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിയ്യത്ത് കഴിഞ്ഞാൽ രാത്രി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അത്തായം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്തായം കഴിക്കൂ, അത്തായത്തിൽ വലിയ ബറക്കത്തുണ്ട്.
ഞാൻ ഇപ്പം പറയുന്ന ഈ കാര്യത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് എഴുതിയിട്ട് 23-ാം നോമ്പിന് എന്റെ കയ്യിൽ തരാം. 23-ാം നോമ്പിന് ഒരു ക്ലാസ്സും കൂടി എന്റേതുണ്ട്. അപ്പൊ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർത്തു തരും. നിങ്ങൾ പഠിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അപ്പോ അത്തായത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തായം കഴിക്കുക, അത്തായത്തിൽ വലിയ ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? അത്തായം കഴിച്ചു കഴിഞ്ഞാല് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പൊ പകൽ സമയത്ത് കൂടുതൽ ഖുർആൻ ഓതാൻ കഴിയും, കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയും. അതിനു പുറമെ ആഖിറത്തിൽ വലിയ പ്രതിഫലവുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു ഭക്ഷണം കൊണ്ടെങ്കിലും അത്തായം കഴിക്കണം. സുന്നത്ത് കിട്ടാൻ അത് മതി, ചോറ് കഴിക്കണം എന്നില്ല, പത്തലും കറി തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കാരക്കയോ ഒരു ഈത്തപ്പയമോ ഒരു ഫ്രൂട്ട്സും കണ്ടമോ എന്ത് തിന്നാലും അത്തായം കിട്ടുന്നതാണ്. പക്ഷേ അത്തായത്തിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം ഭക്ഷണം കഴിക്കണം. തറാവി കഴിഞ്ഞതിന് ശേഷം തിന്നുമ്പോ അത്തായത്തിന്റെ സുന്നത്ത് കിട്ടൂല. കാരണം അത്തായത്തിന്റെ സമയം കിടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷം, 12 മണിക്ക് ശേഷം. അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിച്ചാലേ അത്തായത്തിന്റെ സുന്നത്ത് കിട്ടുള്ളൂ. അതേസമയം അത്തായം കഴിക്കാൻ ഏറ്റവും നല്ല സമയം അതെപ്പോഴാ? അർദ്ധരാത്രി ആയാൽ തന്നെ, 12 മണി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഭക്ഷണം കഴിച്ചു തുടങ്ങാം. അപ്പൊ തന്നെ അത്തായത്തിന്റെ സുന്നത്ത് കിട്ടും. പക്ഷെ നല്ലത് സുബഹി ബാങ്കിനോട് അടുപ്പിച്ച് അത്തായം കഴിക്കല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തായം കഴിച്ചതിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഇടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയമുണ്ടായിരുന്നു. അത്തായം നിർത്തിയിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയം. 50 ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആയത്ത് ഇട്ടാ. സൂറത്തുൽ ബഖറയിൽ ഒരായത്തന്നെ ഒരു പേജ് ഉണ്ട്. അങ്ങനത്തെ 50 ആയത്തല്ല. അതോതാൻ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിലും വേണ്ടി വരും. അതല്ല പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന ചെറിയ ചെറിയ ആയത്തുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ 50 ആയത്ത് ഓതാൻ വേണ്ടി 5 മിനിറ്റ് മതി. അതല്ല പറയുന്നത്. ഒരു മീഡിയം സൈസ് 50 ആയത്തുകൾ ഓതാനുള്ള സമയം അത്തായം കഴിച്ചതിന് ശേഷം സുബഹി ബാങ്കിന്റെ ഇടയിൽ കിട്ടണം. അപ്പൊ എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 10 മിനിറ്റ്, 1/4 മണിക്കൂറാ, അതെ, അത്ര വേണ്ടി വരും. അപ്പൊ അത്തായം കഴിഞ്ഞ് സുബഹി ബാങ്കിന്റെ ഇടയിൽ നമുക്കൊരു 1/4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിനിടയിൽ തഹജ്ജുദ് നിസ്കരിക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, അള്ളാഹിനോട് ദ്വാരക്കണം. ഏറ്റവും കൂടുതൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ബറക്കത്തുള്ള സമയമാണ് അത്തായ സമയം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത് അത്തായ സമയത്തിൽ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അതുകൊണ്ട് ഉമ്മമാരെന്ത് ചെയ്യണം? അത്തായത്തിന് കുറെ നേരത്തെ എണീക്കാൻ പാടില്ല കേട്ടാ. ചില വയസ്സായ ഉപ്പാപ്പന്മാർ ഉമ്മാമാർക്ക് ജാവ് ഉറക്കേ ഉണ്ടാവില്ല. 3 മണിയാവുമ്പോൾ തന്നെ എല്ലാരും വിളിച്ചുണർത്തിയിട്ട് തുടങ്ങും അത്തായത്തിന്റെ പരിപാടിക്ക്. 3:30 ആവുമ്പോഴത്തേക്കും അത്തായം കഴിഞ്ഞു. ഓർക്കെന്ത് സുന്നത്തിട്ട് 5:30 ഇവിടെ വാങ്ക്. അപ്പൊ അത്ര നേരത്തെ ആക്കണ്ട. എന്നാ ലേറ്റായിട്ട് അവസാനം ബാങ്ക് കൊടുത്തോ ഇല്ലേ എന്ന് സംശയത്തിലാവുന്ന നിലക്ക്, അല്ലെങ്കിൽ തിന്നുന്നതിന്റെ ഇടയിൽ കൂടി ബാങ്ക് വിളിച്ചു എന്നിട്ട് ബായിലുള്ളതെല്ലാം തുപ്പിക്കളയേണ്ട നിലക്ക് അങ്ങനെ വൈകിപ്പിക്കാനും പാടില്ല. മറിച്ച് ബാങ്കിന്റെ ഒരു 1/4 മണിക്കൂർ മുമ്പ്, 10 മിനിറ്റ് മുമ്പ് അത്തായം നിർത്തുന്ന നിലക്കായിരിക്കണം നമ്മൾ അത്തായം കഴിക്കേണ്ടത്. പിന്നെ അത്തായത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും സുന്നത്ത് കിട്ടും. പക്ഷേ കിതാബുകളിൽ പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ടാണോ നോമ്പ് തുറക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തായം കഴിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഈത്തപ്പയം കൊണ്ടല്ലേ നമ്മൾ നോമ്പ് തുറക്കുക. അപ്പൊ അത്തായത്തിനും ഈത്തപ്പയം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. അത് ഉമ്മമാരെ ശ്രദ്ധിക്കണ്ടേ. എല്ലാരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചോറ പത്തല എല്ലാം ഉണ്ടായിക്കോട്ടെ, അതിനു പുറമെ അവിടെ കുറച്ച് പ്ലേറ്റിൽ ഈത്തപ്പയം കൊടുന്ന് വെക്കണം. ഒരു 3 ഈത്തപ്പയം നിങ്ങൾക്കും മക്കൾക്കും പുതിയാപ്പിളക്കും എല്ലാവർക്കും കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം അത്തായ സമയത്ത് ഈത്തപ്പയം കഴിച്ചതിന്റെ കൂലി നിങ്ങൾക്കും കിട്ടും. നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവല്ല, ഈത്തപ്പയം കൊടുന്ന് വെക്കാൻ. അതേ ശ്രദ്ധ എവിടെയും വേണം, അത്തായം കഴിക്കുന്നിടത്തും വേണം. അതുപോലെ അത്തായ സമയത്ത് സുന്നത്തുള്ള കാര്യമാണ് പല്ലിൽ കുത്തുക എന്ന് പറയുന്നത്. അത്തായം കഴിച്ചു കഴിഞ്ഞാല് ഭക്ഷണത്തിന്റെ പൊട്ടും പൊടിയെല്ലാം പല്ലിന്റെ ഇടയിൽ കെട്ടിക്കൊടുക്കുമല്ല. അപ്പൊ അതെല്ലാം കൂടി സുബഹി ബാങ്കിന് മുമ്പേ പല്ല് കുത്തിയിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വൃത്തിയാക്കല് സുന്നത്ത. അങ്ങനെ വൃത്തിയാക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം? സുബഹി നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഉണ്ടാവും മൂപ്പര് അവിടെ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നു. എന്നിട്ടത് ബായിന്റെ ഉള്ളിലേക്ക് വന്നു, എന്നിട്ട് തൊണ്ടയിലൂടെ ഉള്ളോട്ട് ഇറങ്ങിപ്പോയാ നോമ്പ് മുറിയൂലേ?
നിസ്കാരത്തിനിടയിൽ തുപ്പിക്കളയാനും കഴിയൂല, ഇടങ്ങേറായി പോകും. അപ്പൊ ഈ ഇടങ്ങേറില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്, പല്ലുകുത്തൽ വളരെ മുഅക്കദായ സുന്നത്താ. അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. കുട്ടികളോട് ഒരു ടൂത്ത് പിക്കിന്റെ ആ പെട്ടി കിട്ടുന്നു, അത് ഓർഡർ ചെയ്യിപ്പിക്കണം. അത്തായം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഒരു ടൂത്ത് പിക്ക് കൊടുന്നു വെക്കണം. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചുകൊണ്ട് പല്ല് കുത്തിയിട്ട് എണീക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പല്ല് വൃത്തിയാക്കട്ടെ. പക്ഷേ കിതാബിൽ പറഞ്ഞു, അങ്ങനെ ഒരാൾ അത്തായ സമയത്ത് പല്ല് കുത്തിയില്ല, കുത്തൽ നിർബന്ധമില്ല, മുഅക്കദായ സുന്നത്താണ്. അങ്ങനെ കുത്താതെ പല്ലുകൾക്കിടയിൽ ഭക്ഷണം കെട്ടിക്കിടന്നു. അങ്ങനെ സുബൈ ബാങ്കിന് ശേഷം റമളാനിന്റെ പകലുകളിൽ പല്ലുകൾക്കിടയിൽ നിന്ന് ആ ഭക്ഷണം ഇളകി വന്നു. എന്നിട്ട് അതിന് തുപ്പാൻ പറ്റിയാൽ തീർച്ചയായിട്ടും തുപ്പണം. തുപ്പാൻ പറ്റാത്ത വിധം അത് ഉമിനീരിലൂടെ ഉള്ളോട്ട് ഇറങ്ങിപ്പോയാൽ അബദ്ധത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. മനസ്സിലായ മസല? പല്ലിന്റെ ഇടയിൽ നിന്ന് രാത്രി കഴിച്ച ഇറച്ചിയുടെയും ഈത്തപ്പഴത്തിന്റെയും പൊട്ടുപ്പൊടി ഇളകി വന്നു. അതിന് തുപ്പാൻ പറ്റിയാ എന്തായാലും തുപ്പണം. തുപ്പാൻ പറ്റിയിട്ടും വീങ്ങിയാ നോമ്പ് മുറിയും. പക്ഷേ തുപ്പാൻ പറ്റാത്ത വിധം ഉമിനീരിലൂടെ അത് അബദ്ധത്തിൽ വയറ്റിന്റെ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയുന്നില്ല. അതുപോലെ അത്തായ സമയത്ത് സുന്നത്തുള്ള കാര്യമാണ് അത്തർ ഉപയോഗിക്കുക എന്നത്. അത് റമളാനിലെന്നല്ല, റമളാൻ അല്ലാത്ത സമയത്തും സുബഹി ബാങ്കിന് മുമ്പ് അത്തായ സമയത്ത് അത്തർ ഉപയോഗിക്കുന്നത് വളരെ സുന്നത്തുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പ്രധാനപ്പെട്ട സമയമാണത്. അപ്പൊ ആ മലക്കുകളെല്ലാം വരുമ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി അത്തർ ഉപയോഗിക്കണം. അപ്പൊ ഉമ്മമാര് എന്തെല്ലാം ഡൈനിങ് ടേബിൾ കൊടുന്നു വെക്കണം? ഈത്തപ്പയം വെക്കണം, ടൂത്ത് പിക്ക് വെക്കണം. അതിനു പുറമെ നല്ല ഒരു സെന്റിന്റെ കുപ്പി, സ്പ്രേ വേണ്ട കേട്ടാ, അത്തറിന്റെ കുപ്പി ആയിക്കോട്ടെ. അത്തറിന്റെ കുപ്പി വെച്ചാൽ എല്ലാവരും അത്തായം കഴിഞ്ഞിട്ട് അത്തറിട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂലിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തായ സമയത്ത് ജനാബത്തുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവർക്ക്, ഹൈദ് നിഫാസ് രക്തം നിലച്ചവർക്ക് കുളിക്കൽ സുന്നത്തുണ്ട്. സുബൈ ബാങ്കിന് ശേഷം കുളിച്ചാലും മതി. പക്ഷേ കുളിച്ച് ഫ്രഷ് ആയിട്ട് സുബൈ ബാങ്കോടുകൂടെ നോമ്പിലേക്ക് പ്രവേശിക്കലാണ് സുന്നത്ത്. എന്നല്ല, റമളാനിന്റെ എല്ലാ രാത്രികളിലും പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ട്. നോമ്പ് തുറന്നാ കുളിക്കുക, അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞ് തറാവി കഴിഞ്ഞിട്ട് കുളിക്കുക, അത് സുന്നത്താ. എന്തിന്? രാത്രി കുളിച്ചാ പിന്നെ പകല് കുളിക്കേണ്ട ആവശ്യം വരണ്ടല്ലോ. പകല് കുളിച്ചു കഴിഞ്ഞാല് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് റമളാനിന്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്തുണ്ട്. എന്താ നിയത്ത് വെക്കണ്ടേ? റമളാന്റെ രാത്രിയിലെ സുന്നത്തായ കുളി നിയത്ത് വെച്ച് കുളിച്ചാൽ മതി, സുന്നത്ത് കിട്ടും. അത് സുന്നത്താണ്. ആണിനും പെണ്ണിനും എല്ലാവർക്കും സുന്നത്താണ്. അതുപോലെ മലമൂത്ര വിസർജനം നടത്തുന്നതിനെ പറ്റി കിതാബിൽ പറഞ്ഞു, റമളാനിൽ രാത്രി സമയത്ത് മലമൂത്ര വിസർജനം നടത്തലാണ് നല്ലത്. പകൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനേക്കാൾ. നടത്താൻ പാടില്ല എന്നല്ലട്ടാ. മലമൂത്ര വിസർജനത്തിന് മുട്ടിയിട്ട് നമ്മളത് കെട്ടിവെക്കുന്നത് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. മൂത്രക്കടച്ചിലുണ്ടാവും, മൂത്രത്തിൽ കല്ലുണ്ടാവും. മലം വിസർജിക്കാൻ മുട്ടിയിട്ട് കെട്ടിക്കിടന്നാല് കോളോൺ ക്യാൻസർ പോലത്തെ, കുടൽ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ ഉണ്ടാവും. പകൽ സമയത്ത് മലമൂത്ര വിസർജനത്തിന് മുട്ടിയിട്ട് അത് രാത്രി വരെ പിന്തിപ്പിക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് നമ്മള് ഭൂരിഭാഗവും ഒരു ദിവസം 1-2 തവണയായിരിക്കും ബാത്റൂമിലേക്ക് മലമൂത്ര വിസർജനത്തിന് പോവുക. അത് രാത്രിയാക്കൽ നല്ലതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്താ അങ്ങനെ പറയാൻ കാരണം? കിതാബിൽ പറഞ്ഞു, മലമൂത്ര വിസർജനം നടത്തി വൃത്തിയാക്കുമ്പോൾ കൈയിന്റെ വിരലിന്റെ തല പിന്ദ്വാരത്തിലൂടെ ഉള്ളോട്ട് കടന്നാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകള് മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കുന്ന സമയത്ത് അവർ ടോയ്ലറ്റിലേക്ക് കയറിയിട്ട് ഇരിക്കുന്ന കാലൂന്നിയുള്ള ആ ഇരുത്തത്തിൽ അവരുടെ ഗുഹ്യ ഭാഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് കൈവരൽ പ്രവേശിച്ചാൽ നോമ്പ് മുറിയെന്നതാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പകലിൽ വിസർജനം നടത്തുന്നവർ ശ്രദ്ധിക്കണം.
സ്ത്രീകൾ ടോയ്ലറ്റിലേക്ക് കയറി നിൽക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, മറ്റേ സാധാ ക്ലോസറ്റിൽ പോയി വിസർജനത്തിന് ഇരിക്കുന്ന സമയത്ത് അവരുടെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ആ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് ഉൾഭാഗത്തേക്ക് കൈ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്ദ്വാരത്തിലൂടെ വിരലിന്റെ തലപ്പ് ഉള്ളോട്ട് കയറിയാൽ നോമ്പ് മുറിയുമെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നല്ലത് രാത്രി മലമൂത്ര വിസർജനം നടത്തല. ഖൈർ എന്ന ഇബാറത്തുള്ള സുന്നത്ത് എന്ന് വരെ പറഞ്ഞിട്ടില്ല. ഖൈർ നല്ലത് രാത്രി മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അല്ലാതെ പകലിൽ ചെയ്യാൻ പറ്റി അതിന് മുട്ടി എന്നിട്ടത് രാത്രി വരെ പിന്തിപ്പിക്കണം എന്നല്ല. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുകയില്ലെന്ന് ഫത്ഹുൽ മുഈൻ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യമായി രാത്രി ശ്രദ്ധിക്കാൻ? നിയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അത്തായ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ സ്ത്രീകൾ കുളിക്കുന്നതും മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി റമദാനിന്റെ പകലുകളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുമ്പോ റമദാനിൽ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറിയാ നോമ്പ് മുറിയോ ഇല്ലേ? കുളി 4 തരം കുളിയായിട്ട് ഇസ്ലാം തിരിച്ചിട്ടുണ്ട്. ഒന്ന് നിർബന്ധമായ കുളി, മറ്റൊന്ന് സുന്നത്തായ കുളി, മറ്റൊന്ന് ഹലാലായ കുളി, കൂലിയില്ല കുറ്റമല്ല അങ്ങനത്തെ കുളി, മറ്റൊന്ന് കറാഹത്തായ കുളി, ഒഴിവാക്കൽ നല്ലതാണ് ആ കുളി. അങ്ങനെ 4 തരം കുളിയുണ്ട്. അതിൽ നിർബന്ധമോ സുന്നത്തോ ആയ കുളിയാണ് റമദാനിന്റെ പകലിൽ ഒരാൾ കുളിക്കുന്നതെങ്കിൽ അങ്ങനെ കുളിച്ചിട്ട് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ അബദ്ധത്തിൽ വെള്ളം കയറിയാ നോമ്പ് മുറിയുന്നില്ല. വേണമെന്ന് പറഞ്ഞിട്ട് ചെവി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടല്ല കേട്ടോ, ഷവറിന്റെ അടിക്ക് ചെവി ഇങ്ങനെ കാണിച്ചു കൊടുത്ത് വെള്ളം കുറച്ച് കയറട്ടെ, അങ്ങനെയല്ല. അറിയാതെ അബദ്ധത്തിൽ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറുന്നതിനെ പറ്റിയാ പറയുന്നത്. അങ്ങനെ നോമ്പ് മുറിയൂല. പക്ഷേ ആ കുളി നിർബന്ധമായ കുളിയായിരിക്കണം. നിർബന്ധമായ കുളി ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രി ഒരു പെണ്ണിന് രക്തം നിലച്ചു, നിഫാസ് രക്തം നിലച്ചു, അല്ലെങ്കിൽ ജനാബത്തുണ്ടായി, ആണാണെങ്കിലും പെണ്ണിനാണെങ്കിലും അവർക്ക് സ്വബൈക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താ. പക്ഷെ അവർ പകലാ കുളിച്ച, സ്വബൈക്ക് ശേഷാ കുളിച്ച, അങ്ങനെയാണെങ്കിൽ അത് നിർബന്ധമായ കുളിയാണ്. അല്ലെങ്കിൽ പുരുഷന് സ്വപ്നസ്ഖലനം ഉണ്ടാവും, സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയില്ലാന്ന. പക്ഷെ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ കുളി നിർബന്ധമായല്ലോ. അപ്പൊ ഉച്ചക്ക് ഉറങ്ങിയിട്ട് സ്വപ്നസ്ഖലനം ഉണ്ടായി, അപ്പൊ കുളി നിർബന്ധമായി. അപ്പൊ ആ കുളി കുളിക്കാം. അങ്ങനെ നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം ഉള്ളോട്ട് കയറിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. അബദ്ധത്തിലായിരിക്കണം കയറേണ്ടത്, മനഃപൂർവ്വമാവാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സുന്നത്തായ കുളിയും. സുന്നത്തായ കുളിയിലൂടെ ഉള്ളോട്ട് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുന്നില്ല. സുന്നത്തായ കുളികൾ ഏതൊക്കെയാണ്? ജുമാക്ക് പോകുന്നവന് സുന്നത്തായ കുളിയുണ്ട്. മയ്യത്ത് കുളിപ്പിച്ച ആണിനും പെണ്ണിനും സുന്നത്തായ കുളിയുണ്ട്. നല്ല സദസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. പെണ്ണുങ്ങൾ വീട്ടിൽ പലതരം ജോലി ചെയ്ത് ശരീരമാകെ മുഷിഞ്ഞു ദുർഗന്ധം വരാൻ തുടങ്ങിയാൽ കുളിക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള സുന്നത്തായ കുളിയുടെ നിയ്യത്ത് വെച്ച് കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ ഉള്ളോട്ട് വെള്ളം കയറിയാൽ അബദ്ധത്തിലാണെങ്കിൽ നോമ്പ് മുറിയുന്നില്ല. അപ്പൊ 2 തരം കുളിയായി. നിർബന്ധമായ കുളി കുളിച്ചു, സുന്നത്തായ കുളി കുളിച്ചു, നാം നോമ്പ് മുറിയില്ല. ഇനി 3ാമത്തെ ഒരു കുളിയുണ്ട്, അതിന് കൂലിയും കിട്ടൂല കുറ്റം കിട്ടൂല. അതേത് കുളിയാ? അതിപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി, ചൂടത്ത് പോയതാ, അപ്പൊ പുരക്കെത്തുമ്പോ ആകെ ചൂടെടുത്ത്, അപ്പൊ വിചാരിച്ചൊന്ന് കുളിക്കാം. അതിക്ക് കൂലിയും കിട്ടൂല കുറ്റം കിട്ടൂല, അത് സുന്ന ഹലാലായ കുളിയാ. അപ്പൊ അത് അള്ളാഹ് കൽപ്പിച്ച കുളി അല്ലാത്തത് കൊണ്ട്, നിങ്ങൾ തണുക്കാൻ വേണ്ടി കുളിക്കുന്നത് കൊണ്ട് അവിടെ കുളിക്കുമ്പോ ശ്രദ്ധിക്കണം, ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറിയാൽ നോമ്പ് മുറിയും. അപ്പൊ സുന്നത്തോ വാജിബോ ആവുമ്പോ അതിന് പടച്ചോന്റെ ഇളവുണ്ട്. ഹലാലായ കുളിയാവുമ്പോ ഇളവില്ല. അതുകൊണ്ട് ഹലാലായ കുളി, തണുപ്പിക്കാൻ വേണ്ടിയുള്ള ചൂടെടുക്കുമ്പോ കുളിക്കുന്ന കുളി ഉണ്ടല്ല, ആ കുളി കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് ഒരു കുളിയുണ്ട്, കറാത്തായ കുളി. അതേത് കുളിയാ? അത് മുങ്ങിക്കുളി. നോമ്പുകാരൻ മുങ്ങിക്കുളിക്കുന്നത് കറാഹത്താണ്. അത് സ്വിമ്മിംഗ് പൂളിലാവട്ടെ, കുളത്തിലാവട്ടെ, അല്ലെങ്കിൽ പുഴയിലാവട്ടെ, തോട്ടിലാവട്ടെ, എവിടെ പോയിട്ട് മുങ്ങിക്കുളിക്കുന്നതും കറാഹത്താണ്. നോമ്പുകാരൻ മുങ്ങിക്കുളിക്കൽ കറാഹത്ത്.
എന്നല്ല, മുങ്ങിക്കുളിച്ചിട്ട് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറും എന്നുണ്ടെങ്കിൽ ഹറാം, കുളിക്കാനേ പാടില്ല. അപ്പൊ കറാത്തായ കുളി ഒരാൾ കുളിച്ചു, സംഗതി കുളിച്ചത് ജനാപത്തുണ്ടായിട്ടാ, അല്ലെങ്കിൽ ജുമക്ക് പോകാൻ, പക്ഷെ മുങ്ങിട്ട് കുളിക്കൽ കറാത്തല്ലേ. അങ്ങനെ കുളിച്ചിട്ട് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറിയാൽ നോമ്പ് മുറിയും. അതുകൊണ്ട് മുങ്ങിക്കുളിച്ചവന് ഒരു ഇളവില്ല. മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്ന നിയമം കറാത്താണ്. ആ കറാത്ത് ചെയ്താൽ പിന്നെ എനിക്ക് ഇളവുണ്ടാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് സുന്നത്തോ കുളി, വാജിബോ ഏത് കുളിയാണെങ്കിലും മുങ്ങിയിട്ട് റമദാന്റെ പകലുകളിൽ കുടിക്കാൻ പാടില്ല. ഷവർനടിയിൽ നിന്നോ ബക്കറ്റിൽ നിന്നോ കോരി കുടിക്കുന്ന സമയത്ത് നിർബന്ധമോ സുന്നത്തോ ആയ കുളിയാണെങ്കിൽ അബദ്ധത്തിൽ വെള്ളം കയറിയാൽ ഇളവുണ്ട്. അതുപോലെ ഈ പെണ്ണുങ്ങന്മാർക്ക് വളരെ ആവശ്യം വരുന്ന ചില മസലകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ ഈ ഭക്ഷണം ടേസ്റ്റ് നോക്കുന്നതിന് പ്രശ്നമുണ്ടാകും. പല പെണ്ണുങ്ങൾക്കുള്ള സംശയം, ഭക്ഷണം ടേസ്റ്റ് ചെയ്തത് കൊണ്ട് നോമ്പ് മുറിയൂല. കാരണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉള്ളോട്ട് ഇറക്കേണ്ട ആവശ്യമില്ലല്ല. നാവിൽ വെച്ചാൽ തന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് തിരിയില്ലേ. അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം തുപ്പിക്കളഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. പക്ഷേ കിതാബിൽ പറഞ്ഞു അങ്ങനെ ടേസ്റ്റ് നോക്കുന്നത് നോമ്പുകാരന് കറാഹത്താണ്. കാരണം എങ്ങാലും വായിൽ വെച്ചപ്പോ ടേസ്റ്റ് മൂത്തിട്ട് ഇറങ്ങി പോയാലാ നോമ്പ് കൊളയില്ലേ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞിന ഇങ്ങനെയൊക്കെ നോക്കുന്നത് ജായിസാണെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ അവിടെ കിതാബിൽ ഒരു ചർച്ച ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ കിടാക്കളെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിക്കാൻ കഴിയുമല്ല. കിടാക്കൾക്ക് നോമ്പുണ്ടാവില്ല, ഉപ്പുണ്ടായില്ലെന്ന് അവർക്കും തിരിയൂലേ. അല്ലെങ്കിൽ ഉമ്മ കറി വെക്കുന്ന ഉമ്മാക്ക് നോമ്പുണ്ട്, മോൾക്കാണോ മെൻസസ് ആയതുകൊണ്ട് ഹൈലായതുകൊണ്ട് നോമ്പില്ല, എന്നാ മോളെ കൊണ്ട് പിന്നെ ടേസ്റ്റ് നോക്കിപ്പിക്കാമല്ലോ, ഓക്ക് നോമ്പില്ലല്ല. അപ്പൊ അങ്ങനെ നോമ്പില്ലാത്ത ഒരാൾ അവിടെ ടേസ്റ്റ് നോക്കാൻ ഉണ്ടെങ്കിലും നോമ്പുള്ള ആൾക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റുമോ? അത് പറ്റും. കിതാബിൽ പറഞ്ഞു അതിന് തടസ്സമല്ല. തിരിയോക്ക് മെൻസസാണ്, ഉപ്പുണ്ടോ നോക്കുന്നത് പുതിയാപ്പിളയാണ്, അതിന് പ്രശ്നമല്ല. എന്തുകൊണ്ട് പ്രശ്നമല്ല? കാരണം ചിലപ്പോ ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാക്ക് പിടിച്ചോളുന്നില്ല. തിരിയോ ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പുതിയാപ്പിളക്ക് ചിലപ്പോ ഉപ്പ് പാകായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കിതാബിൽ പറഞ്ഞു ടേസ്റ്റ് നോക്കാൻ നോമ്പില്ലാത്ത ഒരാൾ വീട്ടിലുണ്ട്, ഒരാളെ കിട്ടും എന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് തന്നെ ടേസ്റ്റ് നോക്കിപ്പിക്കണമെന്നില്ല. നോമ്പുകാരനിക്കും ടേസ്റ്റ് നോക്കാം, പക്ഷേ ഒഴിവാക്കലാണ് നല്ലത്, കറാഹത്തുണ്ട്. അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ഭക്ഷണം ഇറക്കാൻ പാടില്ല. അതുപോലെ തന്നെ കിതാബിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ചെറിയ കിടാക്കക്ക് ചക്കുളി കൊടുത്തു ആരോ, അത് പൊട്ടുന്നില്ല. അപ്പൊ നമ്മൾ വായിലിട്ടിട്ട് ചക്കുളി പൊട്ടിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആരോ കൊടുത്തു, അല്ലെങ്കിൽ മുട്ടായി കൊടുക്കാണ്ട് കിടാവിനത് പൊട്ടുന്നില്ല, അപ്പൊ നമ്മൾ പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് തേച്ചും കിടാവിന് തന്നെ കൊടുക്കണം, നമ്മൾ തിന്നാ നമ്മളെ നോമ്പ് മുറിയും. പക്ഷെ അവിടെ കിതാബിൽ പറഞ്ഞു അങ്ങനെ ഒരാള് ഭക്ഷണം കിടാവിന് ചവച്ചു കൊടുക്കാൻ വേണ്ടി വായിൽ വെച്ചു, അല്ലെങ്കിൽ വയസ്സായ ഉപ്പാപ്പ ഉമ്മാമ്മമാര് വീട്ടിലുണ്ടായിരുന്നു, അവർക്ക് ഗുളിക കൊടുക്കണം, ഗുളിക പൊട്ടിക്കാൻ വേണ്ടിട്ട് വായിൽ വെച്ചു. അല്ലെങ്കിൽ ഭക്ഷണം തന്നെ വയസ്സായ വല്യമ്മമാർക്കൊക്കെ നോമ്പല്ല നിർബന്ധാവുന്നത്, അവർക്ക് നോമ്പെടുക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിന് ഓരോ മുദ്ദ് വെച്ച് കൊടുത്താൽ മതി. മുദ്ദെല്ലാം കൂടി നേരത്തെ കൊടുക്കാൻ പറ്റുമെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നോമ്പ് ഒന്നായാൽ തന്നെ മൊയ്മാത്തിലേക്ക് ഒരു ചാക്കരി, ഉപ്പാപ്പാന്റെ 30 നോമ്പിന്, ഉമ്മാമാന്റെ 30 നോമ്പിന്, അത് പറ്റൂല. ഇന്ന് ഉപ്പാപ്പാക്ക് നോമ്പ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പിന്റെ മുദ്ദ് ഇന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നലെ ജാവ് കൊടുക്കായിരുന്നു. നാളത്തെ നോമ്പിന്റെ ഇതുവരെ ഇന്ന് കൊടുക്കാൻ പാടില്ല. എല്ലാം കൂടി ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ 30 നോമ്പിന്റെ മുദ്ദും കൂടി ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും പിന്തിപ്പിച്ച് ലാസ്റ്റ് കൊടുക്കാന്നല്ലാതെ അഡ്വാൻസ് ആയിട്ട് മുന്നേ കൊടുക്കാൻ പാടില്ല. അന്നത്തെ നോമ്പിന്റെ അന്ന് കൊടുക്കാന്നല്ലാതെ വരാനിരിക്കുന്ന എല്ലാ നോമ്പിന്റെതും കൂടി നേരത്തെ കൊടുക്കാൻ പാടില്ല. പിന്തിപ്പിക്കാനും പറ്റും, അത് ഇടയ്ക്കിച്ചിട്ട് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഉപ്പാപ്പ ഉമ്മാമ്മമാര് നോമ്പിടിക്കൂല. അപ്പൊ അവർക്ക് ഭക്ഷണത്തിന്റെ പൊട്ടും പൊടിയും പൊടിച്ചു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പല്ല് നൊമ്പലുള്ള ആളുകളോട് ചിലപ്പോൾ ഡോക്ടർമാർ എന്തിനു പറയും, വായിൽ ഉപ്പുവെള്ളം വെക്കാൻ പറയും, അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിൽ ഇഞ്ചിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കടിച്ചു പിടിക്കാൻ വേണ്ടി പറയും, നോമ്പ് പിന്നെ ഈ പല്ല് നൊമ്പലം കുറയാൻ വേണ്ടി. അങ്ങനെയെല്ലാം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഭക്ഷണം വായിൽ വെച്ചു, കിടാവിന് കൊടുക്കാനാ, ഉപ്പാപ്പാ കൊടുക്കാനാ, അല്ലെങ്കിൽ പല്ല് നൊമ്പലത്തിനാ. പക്ഷേ തുമ്മിയപ്പോഴോ മറ്റോ അബദ്ധത്തിൽ ആ ഭക്ഷണം ഉള്ളോട്ട് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ഇതെല്ലാം കിതാബിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ്.
അതുപോലെ തന്നെ ഇപ്പോ നേരത്തെ ടേസ്റ്റ് നോക്കുന്നതിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സംശയമാണ് ഭക്ഷണത്തിന്റെ വാസന, മണം തരിമൂക്കിലേക്ക് അടിച്ചു കയറിയാ നോമ്പ് മുറിയോ? തടിയുള്ള വല്ല വസ്തുവും ഉള്ളോട്ട് കയറുമ്പോഴാ നോമ്പ് മുറിയുക. പുകക്ക് തടിയില്ല, വാസനക്ക് തടിയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഭക്ഷണം പാകം ചെയ്യുമ്പോ പുക മൂക്കിലേക്ക് നല്ലോണം കയറി അല്ലെങ്കിൽ ബായിലെ കയറി നോമ്പ് മുറിയുന്നില്ല, അതിന് തടിയില്ല. അല്ലെങ്കിൽ വൈകുന്നേരം സമൂസ പൊരിക്കുന്ന അപ്പുറത്ത് പറയുന്നു ഭയങ്കര മണം അടിച്ചു കയറുന്നു മൂക്കിലേക്ക്, അങ്ങനെ മണം അടിച്ചു കയറുന്നതുകൊണ്ട് നോമ്പ് മുറിയോ? ഇല്ല. പക്ഷേ കിതാബിൽ പറഞ്ഞു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മണങ്ങളൊന്നും റമദാനിന്റെ പകലുകളിൽ മണത്തു നോക്കാതിരിക്കലാണ് നല്ലത്. ചില ആളുകൾ കറാഹത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ബഹൂർ ഉണ്ടല്ലോ, ബുഹൂർ, ഈ ലോബാൻ പുകയിപ്പിക്കൽ, അതിന് നല്ല മണല്ലേ, അതിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷേ റമദാന്റെ പകലുകളിൽ സുഗന്ധം ഉപയോഗിക്കുന്നത് കറാഹത്ത്, സുഗന്ധം മണക്കുന്നതും കറാഹത്ത്. അത്ര മൂക്കിന്റെ അടുത്ത് വെച്ചിട്ട് മണക്കുക, അല്ലെങ്കിൽ ബഹൂർ പുകയിപ്പിച്ചിട്ട് അതിന്റെ മണം പിടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ മണം ഇങ്ങനെ പിടിക്കുക. അറിയാതെ മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടമുള്ള മണങ്ങളൊക്കെ റമദാന്റെ പകലുകളിൽ മണത്തു നോക്കാതിരിക്കലാണ് നല്ലത്. മണത്തു നോക്കൽ കറാഹത്താന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണത്തിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. അതുപോലെ തന്നെ കിതാബിൽ പറഞ്ഞ കാര്യമാണ് സ്ത്രീകൾ പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദന്റെ കൂട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ആട്ടന്റെ കൂട്ടയിൽ നിന്ന് പാത്രത്തിലേക്ക് ആട്ടയോ മൈദയോ ഇടുമ്പോൾ അതിന്റെ പൊടി പാറിയിട്ട് മൂക്കിലേക്ക് കയറിയാൽ, വായിലൂടെ കയറിയാൽ നോമ്പ് മുറിയൂല. അങ്ങനെ ഉണ്ടാവാല്ല. അത് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ എന്താവണമെന്ന് അറിയും. ഈ പഴയ കാലത്ത് ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ തടുപ്പേരി അരി ചേർന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അരി ചേറുമ്പോ അതിൽ നിന്ന് കുറെ പൊടി ഇങ്ങനെ പാറും അല്ലെ, അരിന്റെ പൊടി ഇങ്ങനെ പാറൂലേ, അത് കിതാബിൽ പ്രത്യേകം പറഞ്ഞതാണ്. അങ്ങനെ അരി ചേർന്ന സമയത്ത് അരിന്റെ ഇടയിൽ നിന്ന് പാറുന്ന പൊടി അത് മൂക്കിലേക്ക് കയറും, പ്രശ്നമില്ല. അല്ലെങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് വീടെല്ലാം കൂടി അടിച്ച് വൃത്തിയാക്കാൻ, വീട് വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തുള്ള പൊടി ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും, വായിലൂടെ അടിച്ചു കയറും. അല്ലെങ്കിൽ സമയമായിക്കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ കല്ലിന്റെ റോഡിന്റെ ബാക്കിലെല്ലാം ബൈക്കിൽ പോയാലും മതി, ബായിലൂടെയും മൂക്കിലൂടെയും എല്ലാം പൊടി ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറും. അപ്പൊ അങ്ങനെ പൊടി അടിച്ചു കയറിയത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരൊറ്റ ഒരു മസലയും കൂടി. റമദാന്റെ പകലുകളിൽ ബ്രഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നത് നോമ്പുകാരന് കറാഹത്താണ്, ഉച്ചക്ക് മുമ്പ് ബ്രഷ് ചെയ്യുന്നതിന് വിരോധവും ഇല്ല. അവിടെ പേസ്റ്റ് ഇട്ടാൽ പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന ഒരു ഇഷ്കാലും പലർക്കും ഉണ്ട്. അങ്ങനെ ഒരു വിശദീകരണം കിതാബിലില്ല. പേസ്റ്റ് ഇട്ടാലും ഇല്ലെങ്കിലും ഉച്ചക്ക് മുമ്പ് ജായിസാണ്, പേസ്റ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഉച്ചക്ക് ശേഷം കറാഹത്താണ്. പക്ഷേ പേസ്റ്റ് ഇട്ടിട്ട് ബ്രഷ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, ആ പേസ്റ്റ് കലർന്നതായ ഉമ്മുനീര് വീങ്ങിയാൽ നോമ്പ് മുറിയും. ശരിക്കും ഉമ്മുനീര് വീങ്ങിയാൽ നോമ്പ് മുറിയില്ലാന്ന, പക്ഷേ ഉമ്മുനീര് വീങ്ങിയാൽ നോമ്പ് മുറിയാതിരിക്കാൻ 3 കണ്ടീഷൻ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വന്തം ഉമ്മുനീരായിരിക്കണം. മറ്റൊരുത്തന്റെ ഉമ്മുനീര് വീങ്ങിയാൽ നോമ്പ് മുറിയും. ഉദാഹരണത്തിന് കിടാവിന് നമ്മൾ ഉമ്മ വെച്ചു, ചുംബിച്ചു, അപ്പൊ കിടാവിന്റെ വായിലത്തെ ഉമ്മുനീര് നമ്മളെ വായിലായി, നമ്മളത് വീങ്ങിയാൽ നോമ്പ് മുറിയും. അത് ആരാന്റെ ഉമ്മുനീരാണ്. അതേപോലെ തന്നെ സ്വന്തം ഉമ്മുനീര് തന്നെ ഒന്ന് പുറത്തോട്ട് പോയതിന് ശേഷം രണ്ടാമത് ഉള്ളോട്ട് കയറ്റി. ഇപ്പൊ പെണ്ണുങ്ങള് സ്കാഫാക്കാൻ വേണ്ടിയിട്ട് മുട്ടുസൂചി വായിൽ വെക്കും, അപ്പൊ അതിൽ കുറച്ച് ഉമ്മുനീരായിരുന്നു, ഒന്നും കൂടി അത് പുറത്തെടുത്തിട്ട് രണ്ടാമത് വായിൽ വീണ്ടും വെച്ചു. അപ്പൊ നേരത്തെ ഉമ്മുനീര് പുറത്തു പോയിട്ട് വീണ്ടും ഉള്ളിലേക്ക് എറിയതല്ലേ, നോമ്പ് മുറിയും. അല്ലെങ്കിൽ ഈ കടലാസെല്ലാം മറിക്കാൻ വേണ്ടിയിട്ട് വായിൽ തുപ്പുനീരാക്കിയിട്ട് മറിക്കുന്നവരുണ്ട്. അങ്ങനെ 2 വട്ടം തുപ്പുനീരാക്കി, ഒരൊട്ടം കൈവരൽ വായിൽ വെച്ചപ്പോ കയ്യിൽ തുപ്പുനീര് പുറത്തു വന്നു, രണ്ടാമത് വീണ്ടും ഉള്ളിലേക്കാക്കി. സംഗതി സ്വന്തം തുപ്പുനീര് തന്നെയാ, പക്ഷേ അത് വേർപിരിയലോടുകൂടെ അന്യാളുടെ തുപ്പുനീരിന്റെ സ്ഥാനത്താണ്. അപ്പോ സ്വന്തം തുപ്പുനീരായിരിക്കണം വീങ്ങേണ്ടത്. പുറത്തു വന്ന തുപ്പുനീര് രണ്ടാമത് കിതാബിൽ പറഞ്ഞില്ലേ, ചുണ്ടിന്റെ പ്രത്യക്ഷ ഭാഗത്തേക്ക് പുറത്തു വന്ന ഉമ്മുനീര് വരെ വീങ്ങാൻ പാടില്ല. നാവ് പുറത്തിട്ടിട്ട് ഉള്ളോട്ട് കയറ്റുന്നതിന് കുഴപ്പമില്ല, കാരണം നാവ് പുറത്തിട്ടാലും അത് ഉള്ളിലുള്ളതായിട്ട് തന്നെയാണ് കൂട്ടുക. അപ്പോ സ്വന്തം ഉമ്മുനീരായിരിക്കണം. അതുപോലെ തന്നെ ഉമ്മുനീര് മറ്റൊന്നുമായി മിക്സ് ആവാൻ പാടില്ല.
ഞാനിപ്പോ പറഞ്ഞ മാതിരി പേസ്റ്റ് കലർന്നതായ ഓമനീര് വീങ്ങിയാൽ തീർച്ചയായിട്ടും നോമ്പ് മുറിയും. അതുപോലെ തന്നെ നജസ്സായ ഓമനീരാവാൻ പാടില്ല. ഛർദ്ദിച്ചിട്ടോ അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിൽ നിന്ന് ചോര വന്നിട്ടോ മറ്റോ വായി നജസ്സാണെങ്കിൽ ആ നജസ്സായ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓമനീര് നജസ്സാണ്. നജസ്സായ ഓമനീര് വീങ്ങിയ നോമ്പ് മുറിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് പഠിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇനി റമദാൻ 23 ഒരു ക്ലാസും കൂടിയുണ്ട്. ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതുമായ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ബക്കറ്റിലേക്ക് എഴുതിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് മറുപടിയിലും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മളിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട സ്ഥാപനത്തിന്റെ ചാര മഹാനവറുകളുടെ ചാര ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണം റഹ്മാനെ. ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തന്നത് നല്ല AC ഇട്ടിട്ട് തണുപ്പൊന്നും ചൂടൊന്നും കൊള്ളാത്ത നിലക്ക് അൽഹംദുലില്ലാഹ് ഈ ക്ലാസ്സിന് വേണ്ടി നമുക്ക് സൗകര്യമൊരുക്കി തന്ന ഈ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർത്തട്ടെ. അറിവനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചരിപ്പിക്കാനും സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.